യേശുവിലെ ഏറ്റവും സ്നേഹമുള്ളവരെ, ആൾക്കാർ പറയാറുണ്ട് ലോകം പോകുന്നത് കുടുംബം പോകുന്ന വഴിക്കാണ്. കുടുംബം നല്ലതാണോ ലോകം നല്ലത്? കുടുംബം മോശമായോ ലോകവും മോശമാകും. പല ആൾക്കാരുടെയും പരാതിയാണ് പഴയതുപോലെ നല്ല രാഷ്ട്രീയക്കാരില്ല, പഴയതുപോലെ നല്ല അച്ഛന്മാരില്ല, മെത്രാന്മാരില്ല, അധ്യാപകരില്ല, ഡോക്ടർമാരില്ല. ഒരു മറുപടിയുള്ളൂ, പഴയതുപോലെ നല്ല അപ്പന്മാരില്ല, പഴയതുപോലെ നല്ല അമ്മമാരില്ല. പണ്ടൊക്കെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരുടെ പേര് കേട്ടാൽ നമുക്ക് രോമാഞ്ചം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, വല്ലഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ് എന്നൊക്കെ കേട്ടാൽ. ഇന്ന് ചില നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ രോമാഞ്ചമല്ല, ഉള്ള രോമം കൂടെ കൊഴിഞ്ഞു പോകും. അങ്ങനെ ഇന്ന് കാലം മാറാൻ തുടങ്ങി. കാരണം കുടുംബത്തിൻ്റെ ബലം നഷ്ടപ്പെട്ടു. വലിയ വലിയ ആൾക്കാർ തകരുന്നത് കുടുംബം തകരുമ്പോഴാണ്. ചില വലിയ സ്പോർട്സുകാരും പ്രശസ്തരുമൊക്കെ പിന്നീട് വളരെ നിഷ്പ്രഭരായി പോകുന്നത് ദാമ്പത്യത്തിൽ പരാജയപ്പെടുമ്പോഴാണ്. എത്ര മിടുക്കരാണേലും കുടുംബജീവിതം ശിഥിലമായോ വില പോയി, അഡ്രസ്സ് പോയി, അവരുടെ ഈട് സമൂഹത്തിൽ നഷ്ടപ്പെടുന്നതായിട്ട് കാണാം. പൊതുവിൽ പറയാറുണ്ട്, കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം, കൂടുമ്പോൾ ഇമ്പമില്ലെങ്കിൽ ഭൂകമ്പം എന്നാണ് പറയുക. ഒരുമയുണ്ടെങ്കിൽ ഒലക്കമേലും കിടക്കാം, ഒരുമയില്ലെങ്കിൽ ഒലക്കമേലേ കിടക്കും കാരണവന്മാർ പറയാറുണ്ട്. ഇപ്പോൾ ദൈവം തന്നിരിക്കുന്ന കുടുംബത്തെ അത് മനോഹരമായിട്ട് പടുത്തുയർത്തുവാനുള്ള ഒരു വലിയ വിളി എല്ലാ മതവും പഠിപ്പിക്കുന്നുണ്ട്, ഏത് ജീവിതാന്തസ്സിലുമുണ്ട്. ദൈവം തന്ന കുടുംബത്തെ മനോഹരമാക്കുക, നന്മയിൽ സൂക്ഷിക്കുക, അവിടെ പരാജയപ്പെടാതെ നമ്മൾ നോക്കുകയാണ്. ഇപ്പോൾ കുടുംബം ബലപ്പെടണം. ഒരു പെര പണിയുമ്പോൾ ഒരു കല്ല് അടിസ്ഥാന ശിലയായി ഇടുന്നത് പോലെ കുടുംബ ജീവിതം 5 അടിസ്ഥാന ശിലകളിലാണ് ഇടേണ്ടത്. 5 അടിസ്ഥാന ശിലകളിൽ കുടുംബജീവിതം പണിയപ്പെടണം എന്നാണ് പറയുക. ഓരോ ശിലയും ആരംഭിക്കുന്നത് വി എന്ന വാക്കിലാണ്. 5 ശിലകളിൽ ഒന്നാമത്തെ ശിലയുടെ പേരാണ് കുടുംബത്തിൽ വിജ്ഞാനം. ഏത് ജീവിതാന്തസ്സിൽ നമുക്ക് അറിവ് വേണം, വിജ്ഞാനം വേണം. വിജ്ഞാനമില്ലെങ്കിൽ പരാജയപ്പെടും. ഒരു ഡോക്ടർ കാലാനുസൃതമായി പഠനങ്ങൾ പുതുക്കണം. ഒരു എൻജിനീയർ, ഒരു അഡ്വക്കേറ്റ്, പ്രൊഫഷണൽ തലത്തിലുള്ളവരെല്ലാം അവരുടേതായ കാലത്തിനൊത്ത അറിവുകൾ വർദ്ധിപ്പിക്കുന്നത് കാണാം. എങ്കിൽ കുടുംബജീവിതം ഒരു കലയാണ്. അതിൻ്റെ മേഖലയിലെ അറിവുകൾ വർദ്ധിപ്പിക്കാൻ ഭാര്യാഭർത്താക്കന്മാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. കുടുംബ ജീവിതത്തിൽ ഇപ്പം നമുക്ക് നല്ല നല്ല വാരികകൾ കിട്ടുന്ന കുടുംബജീവിത ലേഖനങ്ങളാകാം, ടെലിവിഷനിൽ കാണുന്ന കുടുംബജീവിത പ്രോഗ്രാംസ് ആകാം. ഇപ്പം ഏതെല്ലാം വഴികളിൽ കുടുംബത്തെ ബലപ്പെടുത്താനും ശക്തിപ്പെടുത്താനും പറ്റുമോ അത് വളർത്തിയെടുക്കണം. അത് വിജ്ഞാനപരമായിട്ടുള്ളൊരു വളർച്ച ആവശ്യമാണ്. പ്രത്യേകിച്ച് ഓർക്കുക, ഭാര്യയും ഭർത്താവും തമ്മിൽ അടിസ്ഥാനപരമായ 5 വ്യത്യാസങ്ങളുണ്ട്. ആ 5 വ്യത്യാസങ്ങൾ ഭാര്യാഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കണം. പല ആണുങ്ങളുടെ ഓർമ്മ എൻ്റെ ഭാര്യ ഒരു പുരുഷനാണെന്ന്, പല സ്ത്രീകളുടെ ഓർമ്മ എൻ്റെ ഭർത്താവ് ഒരു സ്ത്രീയാണെന്ന്. ഭർത്താവും ഭാര്യയും തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള 5 വ്യത്യാസങ്ങൾ. ആ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുമ്പോൾ തന്നെ കുടുംബത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുന്നു. ഒന്നാമതൊരു വലിയ വ്യത്യാസമാണ്, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. എപ്പോഴും ആണുങ്ങളുടെ ലോകം ഒരു വലിയ ലോകമാണ്. ഒരു ഭർത്താവിനെ സംബന്ധിച്ച് അവൻ്റെ ജന്മനാട് മാത്രമല്ല, പരിസരങ്ങളിലുള്ള സകല ഗ്രാമങ്ങളും നഗരങ്ങളുമായി അവൻ ബന്ധം സ്ഥാപിക്കുന്നവനാണ്. അവൻ്റെ ലോകം ഒത്തിരി വലിയ ലോകമാണ്. അങ്ങനെ വലിയ ലോകത്തൂടെ യാത്ര ചെയ്യുന്ന പുരുഷൻ്റെ തലയ്ക്കകത്ത് അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് നിറഞ്ഞു നിൽക്കുക. ഇറാനിൽ പോയി ഒബാമ എണ്ണ എടുത്തുകൊണ്ട് പോകുമോ? ബ്രസീലിൽ കൂടുതൽ കാപ്പിക്കുരു ഉണ്ടായാൽ ഇവിടുത്തെ കാപ്പിക്കുരുവിൻ്റെ വില കുറഞ്ഞു പോകുമോ? 2018 ചൈന 100 രൂപയ്ക്ക് റബ്ബർ ഷീറ്റ് വിപണിയിലിറക്കിയാൽ ഇവിടുത്തെ ഷീറ്റിൻ്റെ വില 100-ൽ നിന്ന് കീഴോട്ട് പോകുമോ? അന്താരാഷ്ട്ര പ്രശ്നങ്ങളാണ് അവൻ്റെ തലയ്ക്കകത്ത്. ഈ അന്താരാഷ്ട്ര പ്രശ്നമുള്ള ഭർത്താവ് വീട്ടിൽ വരുമ്പം പ്രതീക്ഷിക്കുന്നത് ആദരവോടെ അവനെ കാത്തു നിൽക്കുന്ന ഭാര്യ, വാതുക്കൽ കഴുകാൻ വെള്ളം, പതയ്ക്കാൻ സോപ്പ്, തുടയ്ക്കാൻ തുണി, കുടിക്കാൻ ചൂട് ചായയുമായി കാത്തു നിൽക്കുന്ന ഭാര്യ. പക്ഷേ ഭാര്യ അന്താരാഷ്ട്ര താരമൊന്നുമല്ല. അവളുടെ ലോകം കൊച്ചു ലോകം. അടുക്കള, പശുക്കൂട്, കോഴിക്കൂട്, പന്നിവേലി, ആട്ടുംകൂട്, തലയ്ക്കകത്ത് കൊച്ചു കൊച്ചു കാര്യങ്ങൾ. കോഴി മുട്ടയിടുവോ, കൊച്ചിന് പനി പിടിക്കുവോ, പാത്രത്തിൽ കൂടെ തുളഞ്ഞു പോയല്ലോ, ടാപ്പിന് ലീക്കുണ്ടല്ലോ. 2 ലോകം.
അപ്പോൾ ഇവളെ സംബന്ധിച്ച് ഇവളുടെ കൊച്ചു കൊച്ചു കാര്യം ഭർത്താവ് വന്നിട്ട് വേണമെന്ന് പറഞ്ഞ് ഏൽപ്പിക്കാനൊന്ന് തിരിക്കുമ്പോഴാണ് അന്താരാഷ്ട്ര കാര്യത്തിന് കേൾക്കാൻ സമയമേ ഇല്ല. പലപ്പോഴും വീട്ടിലേക്ക് ചില ആളുകൾ വരുന്നത് ഇരട്ട പിള്ളേരെ മുല കുടിപ്പിക്കുന്ന പോലെ. വലത് കൈയിൽ റിലയൻസ്, ഇടത് കൈയിൽ ടാറ്റ, 2 മൊബൈൽസ് മേടിഞ്ഞ് വരും. വരുമ്പോഴപാടെയോ ആഹാ ഇവൻ്റെ മുകളിലും മുക്കിലും കേട്ടാൽ തോന്നും ഇവനില്ലെങ്കിൽ ഭൂമി അതിൻ്റെ അച്ചുതണ്ടെന്ന് തെറ്റിപ്പോവും. ഭാര്യയോട് മിണ്ടാനും സമയമില്ല, കുഞ്ഞുങ്ങളെ കേൾക്കാനും സമയമില്ല, കാരണവന്മാരെ ശ്രദ്ധിക്കാനും സമയമില്ല. എപ്പോഴും ടെലിഫോണിലാണ് ജീവിതം. പിന്നെയോ സോഫായുടെ മുമ്പിൽ വന്ന് വെട്ടിയിട്ട് കൂടച്ചക്ക പോലെ ഫ്ലാറ്റായിട്ട് ഒരൊറ്റ കിടപ്പ്. പിന്നെ എന്തോ മാസിക വായിക്കുന്ന പോലെ കൃത്രിമ തിരക്കിൻ്റെ അഭിനയങ്ങൾ. ഒന്നിനും സമയമില്ല. ഞാൻ 4ൽ പഠിക്കുന്നൊരു കുട്ടിയോട് ചോദിച്ചു, മോനെ നിൻ്റെ വീട്ടിൽ ദൈവം എവിടെയാണ് വസിക്കുന്നത്? ഒരു കുട്ടി പറഞ്ഞു ഞങ്ങളുടെ പ്രാർത്ഥനാ മുറിയില്ല. മറ്റൊരു കുട്ടി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിലെ വേദപുസ്തകത്തിലാണ്. വേറൊരാൾ പറഞ്ഞു അവിടുത്തെ കുരിശില. പക്ഷേ ഒരു കുട്ടി പറഞ്ഞു ഞങ്ങളുടെ വീട്ടിൽ ദൈവം വസിക്കുന്നത് കുളിമുറിയുടെ അകത്താണ്, ബാത്റൂമിലെ ദൈവം അതാണ് ഞങ്ങളുടെ ദൈവം. അതെന്നാ മക്കളെ, രാവിലെ 6 മണിക്ക് പപ്പ പേസ്റ്റും ബ്രഷും ടങ് ക്ലീനറും ഒരു മൊബൈൽ ഫോണുമായിട്ട് ബാത്റൂമിൽ കയറും. 6:30 ആകുമ്പോൾ മമ്മി എന്നും ചോദിക്കുന്നേക്കാം, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ, ദൈവമേ ഇനി ഇറങ്ങാറായില്ലേ. ചില വീട്ടിലെന്തോ ഒരു തിരക്കാ, ഭാര്യയെ കേൾക്കാൻ സമയമില്ലാത്ത ഭർത്താവ്. ഭാര്യമാരും ഓർക്കണം, ഈ ആണുങ്ങളെ പിശാച് ഈമ്പിയ ചില സമയമുണ്ട്. ആ സമയത്ത് മിണ്ടാൻ പോകരുത്. കുളിച്ച് തോർത്ത് തണുത്ത് മര്യാദയ്ക്ക് ഇരിക്കുമ്പം കാര്യങ്ങൾ അവതരിപ്പിക്കാൻ പഠിക്കണം. തന്നെയുമല്ല ഈ കൊച്ചു കൊച്ചു പിച്ചക്കാര്യം പറഞ്ഞ് കെട്ടിയവനെ മെനക്കെടുത്തരുത്. കൂടിയ കാര്യങ്ങൾ. ഒരു സ്ത്രീ കുളിച്ചു, ഒരു നല്ല നീലസാരി ഉടുത്തു. ഭർത്താവിന് മുമ്പ് ചെന്ന് ചോദിച്ചു, ചേട്ടാ ഈ നീലസാരിക്ക് ആയിരുന്നു 1 രൂപയുടെ 4 നീലപ്പൊട്ട് മേടിച്ചുകൊണ്ട് വരാമോ? അവന് പോടി നിൻ്റെ പീറപ്പൊട്ട്. കാശ് കൂടിയ കാര്യമാണെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി. അവൾ മിടിക്കുക. പിറ്റേ ദിവസം കുളിച്ചു തോർത്തി ഒരു ചുമന്ന പൊട്ടും കുത്തിച്ചെന്ന്, ചേട്ടാ ഇതിന് ചേർന്ന 5000 രൂപയുടെ 2 ചുമന്ന സാരി മേടിച്ച് തരാമോ? നോക്കിയും കണ്ടും കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന ഒരു ലോകം. ചുരുക്കത്തിൽ മനസ്സിലാക്കുക, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, സ്ത്രീയുടെ ലോകം ചെറിയ ലോകം. ഭർത്താവ് ഇങ്ങനെ ഒത്തിരി ഭാരവുമായിട്ട് വരുമ്പോഴത്തേക്ക് വളരെ കൊച്ചു കാര്യം പറഞ്ഞ് ചെല്ലരുത്. ഭർത്താവ് ക്ഷീണിച്ചിരിക്കുമ്പോഴാണ് ഭാര്യ പറയുക, ചേട്ടാ നമ്മുടെ കോഴിപ്പട ഒരു മുട്ടയിട്ടു. അവന് കോഴി പോയിട്ട് ആന മുട്ടയിട്ടാലും പ്രശ്നമില്ല, ഇവനോർക്കും അവിടെ അമ്മയുടെ മുട്ട. ഇപ്പോൾ ആ മുട്ടയും പൊക്കി പിടിച്ച് വരിക. ഭർത്താവിനെ അറിയാവുന്ന ഭാര്യ മുട്ടയുടച്ച് ഒരു ഓംലെറ്റ് ആക്കി സോസറിൽ വിളമ്പി വെക്കും, നീട്ടി പിടിച്ച് കൊടുക്കും, ചേട്ടാ നമ്മുടെ കോഴിയിട്ട മുട്ട. അവൻ ചെയ്ത് കോഴിയാടി. നമ്മുടെ വൈറ്റിലകോൺ കോഴിപ്പട്ടിയുടെ കടിഞ്ഞൂൽ മുട്ട നീ എന്നെ മാജിക്കാടി കാണിച്ചത്, അരി നുറുക്കി കൊടുത്തോ, തവിട് കുടച്ച് കൊടുത്തോ, പിണ്ണാ കളിച്ച് കൊടുത്തോ, മുട്ടയുടെ നിറവെന്നാടി, വെളുപ്പാണോ ചുവപ്പാണോ തവിട്ടയാണോ, എന്തെല്ലാം ചോദിക്കാൻ പറ്റും. പ്രത്യേകം ചോദിക്കുക, കരുതുക, സംസാരിക്കുക, ഒരു സംസാര അന്തരീക്ഷം ഉണ്ടാവുക. അതാണ് വിജ്ഞാനത്തിൻ്റെ ഒന്നാമത്തെ തലം. മനസ്സിലാക്കുക, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. രണ്ടാമത് ഒരു വലിയ വ്യത്യാസമുള്ളത്, ഭർത്താവിന് സ്വഭാവത്താലെ വാ പൊളിക്കാൻ പ്രയാസം, ഭാര്യയ്ക്ക് സ്വഭാവത്താലെ പൊളിച്ച വാ അടയ്ക്കാൻ പ്രയാസം. ഇതൊരു വലിയ വ്യത്യാസം. ചില സ്ത്രീകൾ പറയും, എൻ്റെ അച്ഛാ എൻ്റെ കെട്ടിയവനോട് കുറേ കൂടെ വർത്തമാനം പറയണം. പറ്റുകയില്ല, അവനാണാണോ അത്രേ പറയത്തുള്ളൂ. ചില ആണുങ്ങൾ കഷ്ടപ്പെട്ട് പഴയ വല്യമ്മച്ചിമാർ ഇടിയപ്പം ഉണ്ടാക്കുന്ന പോലെ ഞെക്കി മുക്കി മൂളുമ്പം നൂല് പോലെ എന്നൊരു മൂളൽ മാത്രം. അത് ചില ആണുങ്ങളുടെ പ്രത്യേകതയാണ്. സ്ത്രീ ഒരുപാട് വർത്തമാനം പറയും. ചില പുരുഷന്മാർ പറയും, എൻ്റെ അച്ഛാ എൻ്റെ ഭാര്യയോട് വാ അടയ്ക്കാൻ പറ. അങ്ങനെ ഒരിക്കലും പറ്റുകയില്ല. ദൈവം കൊടുത്ത വലിയ കൃപയാണ് അവൾക്ക്, അനിശ്ചിത പ്രവാഹം പോലെ അനർഗളം പറയാനുള്ള ഒരു വലിയ കൃപ. ചില സ്ത്രീകളെ കാണാം, പകലെങ്ങാനും വർത്തമാനം പറഞ്ഞ് തീർന്നില്ലെങ്കിൽ ബാക്കി കുടിശ്ശികളുടെ രാത്രി ഉറക്കത്തിൽ കൂടെ പറഞ്ഞു കളയും. അതൊരു സംസാരത്തിൻ്റെ രീതി. ആണുങ്ങൾ സംസാരം കുറവ്, സ്ത്രീ സംസാരം കൂടുതൽ. അത് ഭാര്യ ഭർത്താവിനെ മനസ്സിലാക്കുക, ഭർത്താവ് ഭാര്യയെ മനസ്സിലാക്കുക. മൂന്നാമത് ഒരു വലിയ വ്യത്യാസമുള്ളത്, ആണുങ്ങൾ ഒരുപാട് വികാരങ്ങൾ പ്രകടിപ്പിക്കും, അത്രയും അത് ചില സമയത്തേ ഉള്ളൂ. പക്ഷേ സ്ത്രീകൾ എപ്പോഴും വികാരജീവികളാണ്. ആണുങ്ങൾ ചിലപ്പോൾ വികാരം പ്രകടിപ്പിക്കും, ചിലപ്പോൾ ഉള്ളിൽ ഒതുക്കും. അതുകൊണ്ട് പുരുഷന്മാരോട്, കെട്ടിയവനോട് ഭാര്യ എന്തേലും മുറിപ്പെടുത്തുന്ന വാക്ക് പറയുമ്പോൾ ശ്രദ്ധിച്ചേ പറയാവൂ. ചിലപ്പോൾ അവൻ്റെ മനസ്സിലത് ചാരം മൂടിയ തീക്കട്ട പോലെ മങ്ങിക്കിടക്കും. ഇടയ്ക്ക് ചാരം പറന്നു പോകുമ്പോൾ തിളങ്ങുന്ന തീക്കട്ട കത്തിജ്വലിക്കും. പണ്ടൊക്കെ പറഞ്ഞ ചില വാക്കുകൾ ഇടയ്ക്കിടയ്ക്ക് ഭർത്താവിൻ്റെ മനസ്സിൽ തേട്ടി വരും. അതുകൊണ്ട് സ്ത്രീകൾ പുരുഷനോട് സംസാരിക്കുമ്പം, ഭർത്താവിനോട് സംസാരിക്കുമ്പം മുറിപ്പെടുത്തുന്ന കുത്തുവാക്കുകൾ പറയരുത്. അത് മായാതെ മറയാതെ മനസ്സിൽ കിടക്കും. പക്ഷെ ആണുങ്ങൾ ഭാര്യയോട് അല്പവും നരിച്ചപ്പെട്ടാലും
ഇഷ്ടപ്പെടാത്തൊരു വാക്ക് പറഞ്ഞാലും അല്പം ഒന്ന് കോപിച്ചാലും ഒന്നും ഓർക്കാനില്ല. ആ സ്ത്രീയെ സംബന്ധിച്ച് പിന്നീട് ഭർത്താവ് അല്പം കൂടെ സ്നേഹത്തിൻ്റേതായ ചില വാക്കുകളും പെരുമാറ്റങ്ങളും ഒക്കെ നടത്തുമ്പം അവളെല്ലാം മറന്നുപോകും. അതിപ്പോൾ ഓർക്കുക. പ്രത്യേകിച്ച് ഓർക്കുക, അരിശം വരുമ്പം വളരെ കടുപ്പമുള്ള വാക്ക് വെറുതെ പറയരുത്. ഭാര്യയ്ക്ക് ഒരുപാട് അരിശം വരുമ്പം ഭർത്താവ് ഒന്നും മിണ്ടാതെ മാറാൻ പഠിക്കണം. അത് കുടുംബത്തിൽ സ്വസ്ഥതയ്ക്ക് ആവശ്യമാണ്. സാവധാനം മുറി തുറന്ന് അകത്തെ കട്ടിലേ ചെന്ന് തലയ്ക്ക് കൈയും കൊടുത്ത് കെട്ടിവൻ കുനിഞ്ഞിരിക്കണം. വാതിൽ അടച്ചേക്കരുത്. ഭാര്യ കാണുമെന്ന് ഉറപ്പ് വരുത്തണം. അങ്ങനെ ഇരിക്കാവുള്ളൂ. അങ്ങനെ ഇരിക്കുന്നൊരവസ്ഥ ശാന്തമായിട്ട്. പിന്നെ സുനാമി തിരമാലകൾ അടങ്ങിക്കഴിയുമ്പം പുറത്തു വന്ന് കാര്യങ്ങൾ അവതരിപ്പിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ് ഗ്രീക്ക് ചിന്തകനായ സോക്രട്ടീസ്. നിരന്തരം ശല്യപ്പെടുത്തുന്ന ഭാര്യ ചന്നം ഭിന്നം പെയ്യുന്ന ചാറ്റമഴ പോലെ അവൾ സംസാരിച്ചുകൊണ്ടിരിക്കും. അനേക വർഷങ്ങളിൽ സോക്രട്ടീസ് ഇത് സഹിച്ചു. ഒരു ദിവസം രാവിലെ 8 മുതൽ ഉച്ചകഴിഞ്ഞ് 1 മണി വരെ ഭാര്യ നിരന്തരം ഭർത്താവിനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു. ഭർത്താവ് ഒന്നും മിണ്ടുന്നില്ല. അരിശം വന്ന ഭാര്യ പറഞ്ഞു, കാലമാടാ, തനിക്ക് മിണ്ടാൻ മേലല്ലേ, തന്നെ ഇപ്പം ഒരു പാഠം പഠിപ്പിക്കാമെന്നും പറഞ്ഞ് അകത്തെ മുറിയിൽ ചെന്നു. ഒരു കുടം തണുത്ത വെള്ളം കൊണ്ടുവന്ന് സോക്രട്ടീസിൻ്റെ തലയിലേക്ക് ഒറ്റ കമർത്ത്. സോക്രട്ടീസ് നനഞ്ഞ കോഴിയെ പോലെ ഇരുന്ന് കുലുങ്ങി പറയ്ക്കാൻ തുടങ്ങി. അപ്പോൾ സോക്രട്ടീസ് ചിരിച്ചുകൊണ്ട് അവളെ നോക്കി പറയുക, എടി, രാവിലെ 8 മണി മുതൽ ഇടിമുഴക്കവും ഇടിമിന്നലും കണ്ടപ്പോൾ ഞാൻ ഉറപ്പിച്ചതാ 2 മണിയോടുകൂടി ഒരു നല്ല മഴ പെയ്യുമെന്ന് എനിക്ക് നല്ല ഉറപ്പായിരുന്നു. ശാന്തമായി പ്രതികരിക്കുന്നൊരു രീതിയുണ്ട് കുടുംബത്തിൽ. പരിശം വരുമ്പോഴും ടെൻഷൻ വരുമ്പോഴും ഒക്കെ ഇങ്ങനെ പ്രതികരിക്കാനുള്ള ഒരു പക്വത കുടുംബനാഥനുണ്ടാകണം. വികാരം വരുമ്പോഴത്തേക്ക് ഭർത്താവിനെ വേർപ്പിക്കുന്ന വാക്കുകൾ ഒരു ഭാര്യ പറയരുത്. ഭാര്യയെ നൊമ്പരപ്പെടുത്തുന്ന വാക്ക് ഭർത്താവ് പറയരുത്. കാരണം വായിൽ നിന്ന് പോയ വാക്കും കയ്യിൽ നിന്ന് പോയ കല്ലും തിരിച്ചു പിടിക്കാൻ പറ്റുകയില്ല. ജീവിതത്തിൽ സംസാരത്തിൽ മിതത്വം പാലിക്കണം. അരിശം വരുമ്പം അതിവിധമൊക്കെ വിളിച്ചു പറയുന്ന പ്രവണതയുള്ള ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. ഒരു ഭർത്താവും ഭാര്യയും കൂടി കുറച്ച് ദിവസം പിണങ്ങിയിരുന്നു. ഭാര്യ ഒട്ടും മിണ്ടി നിന്ന് കണ്ടപ്പം ഭർത്താവ് മനഃപൂർവ്വം വായങ്ങ് പൂട്ടി. പിന്നെ ഒന്നും മിണ്ടിയല്ല. 1 മാസമായിട്ടും ഭർത്താവ് ഒന്നും സംസാരിക്കുന്നില്ല. ഭാര്യയ്ക്ക് മനപ്രയാസമായി. ഭാര്യ ഒരു ദിവസം 1-ാം തരം സാരി ഉടുത്ത് നല്ല ബ്ലൗസ് ഇട്ട് പൗഡറിട്ട് പെർഫ്യൂം അടിച്ച് കുലുങ്ങി ഒരുങ്ങി ഇവൻ്റെ മുമ്പിലൂടെ നടന്നു. അവൻ തിരിഞ്ഞു പോലും നോക്കിയില്ല. അവൾ ചോദിച്ചു, മനുഷ്യ, ഞാനിതിൽ ഒരുങ്ങി നടന്നിട്ടും തനിക്ക് എന്നെ കണ്ടിട്ട് ഒന്നും തോന്നുന്നില്ലേ? അവൻ പറഞ്ഞു, എടി, മുരിക്ക് പൂത്തെന്നും പറഞ്ഞ് ആരെങ്കിലും കെട്ടിപ്പിടിക്കുമോ? കടുപ്പമുള്ള വാക്കുകളുണ്ട്. സംസാരങ്ങളെ ശ്രദ്ധിക്കുക, വാക്കുകളെ ശ്രദ്ധിക്കുക നമ്മുടെയൊക്കെ ജീവിതത്തിൽ. അപ്പം വിവേകത്തിൻ്റെ തലം, സംസാരത്തിൻ്റെ തലത്തെ പ്രത്യേകം ശ്രദ്ധിക്കുക. 1-ാമത്തെ വ്യത്യാസം, ഭർത്താവിൻ്റെ ലോകം വലിയ ലോകം, ഭാര്യയുടെ ലോകം ചെറിയ ലോകം. 2-ാമത്തെ വ്യത്യാസം, ഭാര്യ ഒരുപാട് സംസാരിക്കും, ഭർത്താവ് അത്രയും സംസാരിക്കുകയില്ല. 3-ാമത്തെ വ്യത്യാസം, ആണുങ്ങൾ വികാരം അധികം പ്രകടിപ്പിക്കുകയില്ല, പക്ഷെ ഉള്ളിൽ ആഴ കൂടുതലാണ്. സ്ത്രീകൾ ഒത്തിരി പ്രകടിപ്പിക്കും, പക്ഷെ ഉള്ളിൽ അത്രയും ആഴമില്ല. 4-ാമത് ഒരു വലിയ വ്യത്യാസമുണ്ട് കുടുംബജീവിതത്തിൽ. ആ 4-ാമത്തെ വ്യത്യാസമാണ്, ഭർത്താവ് ഒരു കാര്യം ചെയ്യുമ്പം അതിന് നല്ല വൃത്തിയുണ്ട്. ഭാര്യ 10 കാര്യം ചെയ്യുന്നത് കൊണ്ട് അല്പം വൃത്തി കുറവുണ്ടാകും. അതാണുങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കണം. പലപ്പോഴും ആണുങ്ങൾ പരാതി പറയും, പെരയ്ക്കവൻ വൃത്തിയില്ല, പാത്രത്തിന് വൃത്തിയില്ല, വീടിന് മൊത്തം ഒരു വൃത്തിയില്ല, അത് ഭാര്യയുടെ കുഴപ്പമാണ്. ഓർക്കുക, പുരുഷൻ എത്ര കുറച്ചാണ് പണി ചെയ്യുക. പലപ്പോഴും ആണുങ്ങൾ പറമ്പിൽ ഒരു വാഴ വെക്കാൻ പോയാൽ ആദ്യം വാഴ, പിന്നെ വഴുതന, പിന്നെ കാന്താരിച്ചെടി, പിന്നെ അടുത്ത പണി. ഓരോന്നോരോന്നും സാവധാനം ആണുങ്ങൾ ചെയ്തു തീർക്കും. ഒരു ഫയലാണേലോ ഒരെണ്ണം അടുക്കി വെച്ചു, പിന്നെ അടുത്തത്. എല്ലാത്തിനും സമയമെടുക്കും. പക്ഷെ ഒരു സ്ത്രീ എന്തെല്ലാം കാര്യമാണ് ചെയ്യുക? ഒരേ സമയം 10 കാര്യങ്ങൾ ചെയ്തു കൂട്ടുന്ന ഭാര്യമാരെ കണ്ടിട്ടില്ലേ? കൊച്ചിന് ഭക്ഷണം കൊടുക്കുന്നു, ടെലിഫോൺ എടുക്കുന്നു, കോളിംഗ് ബെൽ അറ്റൻഡ് ചെയ്യാൻ പോകുന്നു. ഓരോരോ രൂപത്തിലും എന്തെല്ലാം ജോലികളാണ്. ഒരിക്കൽ കൊച്ചു കുട്ടികളോട് ചോദിച്ചു, മക്കളെ, ലോകത്ത് നിങ്ങൾക്കറിയാവുന്ന ഏറ്റവും വലിയ അത്ഭുതം ഏതാ? ഒരു കുട്ടി പറഞ്ഞു, ഏറ്റവും വലിയ അത്ഭുതം ലാപ്ടോപ്പാണ്. ഒരുത്തൻ പറഞ്ഞു സ്മാർട്ട് ബോർഡാണ്. ഒരുത്തൻ പറഞ്ഞു ഐപാഡാണ്. ഒരുത്തൻ പറഞ്ഞു വിമാനമാണ്. പലതും പറഞ്ഞു. പക്ഷെ ഒരു കുട്ടി പറഞ്ഞു, ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്. എൻ്റെ അമ്മയ്ക്ക് എത്ര കൈകളാണ്! എൻ്റെ അമ്മയ്ക്ക് എത്രയോ കൈകൾ. രാവിലെ എന്നെ കുലുക്കി വിളിക്കാൻ 2 കൈകൾ, കുളിപ്പിച്ച് തോർത്താൻ പിന്നെയും 2 കൈകൾ, സ്കൂളിലേക്കുള്ള പൊതിച്ചോറ് കെട്ടിത്തരാൻ അമ്മയ്ക്ക് വീണ്ടും കൈകൾ, തുണി അലക്കിത്തരാൻ കൈകൾ, വീടടിച്ചു വരാൻ കൈകൾ, പാത്രം തേച്ച് കഴുകാൻ കൈകൾ, രാത്രിയിൽ
തലയണ പോലെ എനിക്ക് മടക്കി വെച്ച് തരാൻ അമ്മയുടെ കൈകൾ. ഈ ലോകത്തിലെ ഏറ്റവും വലിയ അത്ഭുതം എൻ്റെ അമ്മയാണ്. അപ്പോൾ ഒരുപാട് കാര്യം ചെയ്യുമ്പം അല്പം കുറവ് വരും. അത് ആണുങ്ങൾ മനസ്സിലാക്കുക. പുരുഷനും അധികം ജോലി ചെയ്യുന്നില്ലേ, അത്രേ അവന് പറ്റുകയുള്ളൂ. അത് സ്ത്രീയും മനസ്സിലാക്കുക. പലപ്പോഴും ആണുങ്ങൾക്കൊരു കുഴപ്പമാണ്. എന്നെ ഉണ്ടാക്കി കൊടുത്താലും ഒരു കുറ്റം പറച്ചിൽ. ഭാര്യ എന്തെല്ലാം ജോലി ചെയ്യുന്നുണ്ടെന്ന് ഓർത്തിട്ട് വേണം. വെറുതെ ഒരു കുറ്റം. ചില ആണുങ്ങൾക്ക് ഒരു പ്രത്യേക ചിന്തയാണ്, ഭാര്യയോട് എന്തെങ്കിലും ഒരു കുറ്റം പറഞ്ഞില്ലെങ്കിൽ ഞാൻ ആണല്ല, പുരുഷത്വമുള്ളവനല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആണുങ്ങളെ കണ്ടിട്ടുണ്ട്. എന്തെങ്കിലും ഒരു കുറ്റം പറയണം. ഒരു കുറ്റവും പറയാൻ ഊണ് കഴിഞ്ഞിട്ട് പഴമെടുത്തിനും പറയും, ഈ പഴം എന്നാ വളഞ്ഞിരിക്കുന്നത്. അത്രയെങ്കിലും പറഞ്ഞാലേ ആണുങ്ങൾക്ക് തൃപ്തിയുള്ളൂ. ഉള്ളിൽ സ്നേഹമില്ലാഞ്ഞിട്ടല്ല, എങ്ങനെയോ ജീവിതത്തിൻ്റെ ഭാഗമായിട്ടത് മാറി. എന്ത് കണ്ടാലും അല്പം കുറ്റപ്പെടുത്തി പറയുക. അത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. അപ്പം അത് സ്ത്രീ മനസ്സിലാക്കുക. വെറുപ്പ് കൊണ്ടൊന്നുമല്ല, ഇത് ആണുങ്ങളുടെ ഒരു സ്വഭാവമാണ്. ആണുങ്ങൾ മനസ്സിലാക്കുക, ഒത്തിരി ബുദ്ധിമുട്ടി ജോലി ചെയ്യുന്നവളാണ് എൻ്റെ ഭാര്യ. മലയാളികൾക്ക് ഒരു വലിയ പ്രശ്നമുണ്ട്. നമ്മുടെ ഒരു വാക്കാണ്. ആ വാക്കിൻ്റെ പേരാണ് കുഴപ്പമില്ല എന്നുള്ള വാക്ക്. ഏറ്റവും കുഴപ്പം പിടിച്ച വാക്കാണ് കുഴപ്പമില്ല. ഒന്നാം തരം ചക്കക്കുരു മാങ്ങ കറി വെച്ച്, മൺചട്ടി കറി വെച്ച്, ഒലത്തി പാത്രത്തിൽ വിളമ്പി വെച്ചു, ഭാര്യ വെച്ചു. എങ്ങനെയുണ്ട് ചേട്ടാ? വലിയ കുഴപ്പമില്ല. മീനും വാങ്ങായോ? കുഴപ്പമില്ല. ചില പെണ്ണുങ്ങളോട് കെട്ടിയവൻ അങ്ങനെയുണ്ട്, വലിയ കുഴപ്പമില്ല. അല്പം കൂടെ നല്ലതിനെ ഇവിടെ കണ്ടുവച്ചിട്ടുണ്ടെന്ന് തോന്നും. ഇത് ഭാര്യ ഭർത്താക്കന്മാരുടെ കുഴപ്പമാണ്. കുഴപ്പമില്ല എന്ന് പറയുന്നൊരു വാക്ക്. അംഗീകാരത്തിൻ്റെ, അഭിനന്ദനത്തിൻ്റെ ഒരു വാക്ക് പരസ്പരം പറയാൻ പഠിക്കുക. അത് ജീവിതത്തിൽ അത്യാവശ്യമാണ്. അത് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമായ ഘടകമാണ് കുടുംബത്തിൽ. ഇതിന് പറയുന്ന വാക്കാണ് കുടുംബജീവിതത്തിൽ പരസ്പരം ഒരു കാര്യം ഭർത്താവ് സാവധാനം ചെയ്യുമ്പം ഭാര്യ 10 കാര്യം ചെയ്യുന്നു. അവിടെ വരുന്ന കുറവുകൾ പരസ്പരം ഉൾക്കൊള്ളുക, പരസ്പരം മനസ്സിലാക്കുക. 5ാമത് ഒരു വലിയ വ്യത്യാസമുണ്ട് കുടുംബത്തിൽ. ദാമ്പത്യ ബന്ധത്തിലെ 5ാമത്തെ ഒരു വലിയ വ്യത്യാസം നമ്മൾ കാണുന്നത്, പുരുഷൻ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനുമുണ്ട്, ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. സ്ത്രീ എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമില്ല. അതുകൊണ്ട് പെണ്ണുങ്ങൾക്ക് പെട്ടെന്ന് അരിശം വരുന്ന കാണാം. ഭർത്താവ് എന്ത് ചെയ്താലും തൊട്ട് കാണിക്കാനും ചൂണ്ടിക്കാണിക്കാനുമുണ്ട്. ഭർത്താവ് ഒരു വാഴ വെച്ചാൽ 10 മാസം കഴിയുമ്പോൾ, അല്ലെങ്കിൽ 5-8 മാസം കഴിയുമ്പം ഒരു ഒന്നാന്തരം കൊല പാകമായിട്ട് കയ്യിൽ കിട്ടുന്നു. അവൻ വെച്ച വാഴ, ആ വാഴക്കൊല വെട്ടി അത് തോളെ വെച്ച് ഭാര്യയും മക്കളെയും നോക്കി വാഴക്കൊല പൊക്കി പിടിച്ചവന് പറയാം, ഇത് നിങ്ങൾക്ക് വേണ്ടിയുള്ള എൻ്റെ രക്തത്തുള്ളി വേർപ്പുതുള്ളിലാക്കി മെനഞ്ഞെടുത്തതാണ്, ഇത് ഉരിഞ്ഞു ഭക്ഷിക്കുവൻ എന്നും പറഞ്ഞ് ഈ വാഴക്കൊലയായിട്ട് അവന് ചെല്ലാം. അവൻ വെച്ച വാഴ അത് കാണാൻ ഒരു യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ബസ് ടിക്കറ്റുണ്ട്, ഒരു രേഖയായിട്ട് അവന് കാണിക്കാൻ ബസ്സിൻ്റെ ടിക്കറ്റുണ്ട്. അപ്പോൾ എന്തിനു വേദനും രേഖയുണ്ട്, അടയാളമുണ്ട്. പക്ഷെ ഒരു ഭാര്യയെ സംബന്ധിച്ചോ, അവളെ സംബന്ധിച്ച് ജീവിതത്തിൽ എന്നാ രേഖയായിരിക്കുക? സ്വന്തമായിട്ട് പറയാൻ എന്തുണ്ട്? അവൾ യാത്ര ചെയ്യുന്നു. യാത്ര ചെയ്യുന്നത് ദൂരയാത്രയുടെ ബസ് ടിക്കറ്റല്ല. അതിന് ടിക്കറ്റ് എഴുതാൻ അയൽവക്കത്തെങ്ങും കണ്ടക്ടർമാർ ഇല്ലാതെ പോയി. അവളെ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണ്? ഗ്രാമത്തിലാണെന്നൊരിക്കൽ അടുക്കള, വരാന്ത, വരാന്ത കോഴിക്കോട്, കോഴിക്കോട് പന്നിവേലി, പന്നിവേലി ആട്ടുംകൂട്, ആട്ടുംകൂട് തെങ്ങുംമൂട്, തെങ്ങുംമൂട് റബ്ബറിൻചോട്, റബ്ബറിൻചോട് കമുകുംചോട്, പിന്നെ വെള്ളം കോരുന്ന ഓലി അല്ലെങ്കിൽ കിണർ അല്ലെങ്കിൽ ടാപ്പിൻ്റെ മൂട്. ഇവിടെ ഇങ്ങനെ വട്ടം ചുറ്റി കറങ്ങിക്കൊണ്ടിരിക്കുക. അതിന് രേഖകളില്ല. രാവിലെ എഴുന്നേറ്റാൽ പാതിരാത്രി വരെ നീളുന്ന പണി. ആർക്കെങ്കിലും രോഗമാണോ? രാത്രി കൂടെ ഉറങ്ങാൻ പറ്റുകയില്ല. പക്ഷെ അവസാനം ചൂണ്ടിക്കാണിക്കാനുള്ള കുറേ ഒഴിഞ്ഞ ചട്ടിയും തവിയും കലങ്ങളും മാത്രം. ഇവിടെയാണ് പെണ്ണുങ്ങൾക്ക് ഒരുപാട് അരിശം വരും. അവിടെ ആണുങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവൻ്റെ പേരിലാണ് വീട്ടുപേര്, അവൻ്റെ പേരിലാണ് വീട്, അവൻ്റെ പേരിലാണ് കാര്യങ്ങളുടെയൊക്കെ പോക്ക്. അപ്പം അങ്ങനെ പോകുമ്പോൾ അവൻ മനസ്സിലാക്കണം, എൻ്റെ ഭാര്യയെ എൻ്റെ കുടുംബത്തിൽ ഞാനെന്ന ഭർത്താവ് അംഗീകാരത്തിൻ്റെയും ആദരവിൻ്റെയും വാക്ക് പറയണം. ഒരു നല്ല കറി വെച്ചെന്നും പറഞ്ഞ് രാഷ്ട്രപതിയുടെ അവാർഡ് ഒരിക്കലും ഒരു കുടുംബനാഥിക്ക് കിട്ടുന്നില്ല. അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും നല്ല അവാർഡ് ഭർത്താവിൻ്റെ ഒരു നല്ല വാക്കാണ്. ഭർത്താവിൽ നിന്നും വരുന്ന ഒരു നല്ല വാക്ക്, അഭിനന്ദനത്തിൻ്റെ ഒരു വാക്ക്, ആ വാക്കാണ് ഒരു ഭാര്യയെ സംബന്ധിച്ച് ഏറ്റവും നല്ല അവാർഡ് എന്ന് പറയുക. പക്ഷെ ചില ആണുങ്ങളുണ്ട് നേരെ തിരിച്ച, അവാർഡ് കൊടുത്തില്ലെങ്കിലും വേണ്ടിയല്ല, കുത്തുവാക്ക് പറഞ്ഞ് നൊമ്പരപ്പെടുത്തി പരിഹസിക്കുന്നവരും മറ്റുമൊക്കെ. ഭാര്യം ഒന്നാന്തരം കണ്ണിമാങ്ങ അച്ചാറിട്ടു, ചില്ലുഭരണിക്കകത്ത് അച്ചാറ് വിട്ട്
അതിനകത്ത് നീണ്ട സ്പൂണ് വിട്ട് അവൾ ഭർത്താവിൻ്റെ കൈ കൊണ്ടുവന്ന് കൊടുത്തു. കിട്ടിയെന്ന് ചോദിച്ചു, എന്നതാടി ഇത്? കണ്ണിമാങ്ങ അച്ചാർ. കണ്ണിമാങ്ങ അച്ചാറാണ്. മേടിച്ചു, കയ്യിലോട്ട് ഒഴിച്ചു, മാങ്ങ കടിച്ചു, അരപ്പ് നീട്ടി നോക്കി, എന്നിട്ട് പറയാം, ഇതെന്നാണ് ഈ അച്ചാറാണോ ഇത്? കണ്ണിമാങ്ങ ഉണ്ട്, ആട്ടും കാഷ്ടം അരപ്പ് വീണ പോലെ ഉണ്ടല്ലോ. എടി, അച്ചാറെന്ന് പറഞ്ഞാൽ അയൽവക്കത്തെ അന്നമ്മയുടെ അച്ചാർ, അതാണ് അച്ചാർ. ഇതെന്നാ ഒരു സാധനമാണ്? ഇത്രയും പറഞ്ഞോ പെണ്ണുങ്ങൾ സഹിക്കുകയില്ല. പിറ്റേ ഞായറാഴ്ച ഒന്നാം തരം പോത്തിറച്ചി കറി വെച്ച് ഒലത്തി നികന്ന പാത്രത്തിൽ നിരത്തി വിളമ്പി വെക്കുന്നു. എന്നിട്ട് പറയാം, ഇതേ ഞാനെടുത്തിയ പോത്തിറച്ചിയാണ് കേട്ടോ, അന്നമ്മയുടെ ഒലത്ത് പോലെ ഒത്തോന്ന് അറിയത്തില്ല, വേണേൽ കയറ്റിച്ച് പോകാൻ പറയും. ഇതാണ് കുടുംബത്തിൽ സംഭവിക്കുക. ഇവിടെയാണ് ഒരു നല്ല വാക്ക് കുടുംബനാഥൻ ഭാര്യയോട് പറയുമ്പോൾ കുടുംബത്തിൽ സമാധാനമായി, സന്തോഷമായി. ആ ഒരു അന്തരീക്ഷം കുടുംബത്തിൽ ഓരോ ഭർത്താവും അഭ്യസിക്കേണ്ടതായിട്ടുണ്ട്. ഇനി സ്ത്രീകൾ ഒരു കാര്യം ഓർക്കണം, വീട്ടുപേര് കെട്ടിയവൻ്റെ പേരിൽ പോട്ടെ, സകല സ്വത്തും അവൻ്റെ പേരിലാകട്ടെ, പക്ഷേ ഓർത്തോളം ഏറ്റവും വലിയ സ്വത്ത് നിങ്ങളുടെ മക്കളാണ്. മക്കളെ സ്വാധീനിക്കുന്നത് ഭർത്താവിൻ്റെ ബസ് ടിക്കറ്റും വാഴക്കൊലയും ഒന്നുമല്ല, ശമ്പളവും വീട്ടുപേരും ഒന്നുമല്ല. ഒരു അമ്മയുടെ നിശബ്ദമായ ജോലികൾ, നിശബ്ദമായ സേവനങ്ങൾ, അത് കുഞ്ഞുങ്ങളെ ബാധിക്കുന്നു. അതുകൊണ്ടാണ് മക്കളെപ്പോഴും നോക്കി പഠിക്കുന്നത് ഒരമ്മയുടെ ജീവിതത്തെയാണ്. ഒരമ്മ കാണിക്കുന്ന ജീവിത മാതൃക അത് കുഞ്ഞുങ്ങളുടെ ജീവിതത്തെ വളരെയേറെ കാര്യമായി സ്വാധീനിക്കുന്നു. അതുകൊണ്ടാണ് ഓർക്കുക, വിശുദ്ധരായ സ്ത്രീകൾ അവരുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ജോലി ചെയ്യുമ്പോഴും അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പരിഭവങ്ങളോ പരാതികളൊന്നുമില്ലാതെ പ്രാർത്ഥനയായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര എന്ന് പറയുക. അവർക്കിപ്പോൾ ഒരു പ്രാർത്ഥന അന്തരീക്ഷം അവരുടെ മനസ്സിലുണ്ടായിരുന്നു. ഓരോ പാത്രം തേച്ച് കഴുകുമ്പോഴും അവർ പറയുമായിരുന്നു, പാപികളുടെ മാനസാന്തരത്തിനും ലോകത്തിൻ്റെ വിശദീകരണത്തിനും ഈ ചെളി, ഈ കരി, ഈ പുക, ഈ ക്ലാവ് ഇങ്ങനെ പോട്ടെന്നും പറഞ്ഞ് അവർ ഒരച്ചൊരച്ച് കഴുകുമായിരുന്നു. ഇന്ന് നമ്മുടെ നാട്ടിലുമുണ്ട് പെണ്ണുങ്ങൾക്ക് കഴുകാൻ പാത്രങ്ങൾ, ചട്ടിയും തവിയും സ്പൂണും പോർക്കും സകല പാത്രങ്ങളും ഉണ്ട്. എത്ര സ്ത്രീകളാണ് പാത്രം തേച്ച് കഴുകുമ്പം ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, കെട്ടിയവൻ്റെ തലതിരിവിനും അമ്മായിയമ്മയുടെ മനംതിരിവിനും നാത്തൂന് ഗോത്രത്തിൻ്റെ മാനസാന്തരത്തിനും ഈ ചെളി, ഈ കരി, ഈ പുക ഇങ്ങനെ പോട്ടെന്നും പറഞ്ഞ് എത്ര പേര് തേച്ച് കഴുകും? ഇന്ന് പലരും പാത്രം തേച്ച് കഴുകും. എന്നാ പറഞ്ഞോണ്ട? മുടിഞ്ഞ ഇടപാട്, ഒടുക്കത്തെ പരിപാടി, നശിച്ചു പോകത്തേ ഉള്ളൂ. ഈ മുറുമുറുപ്പും പിറുപിറുപ്പും ഇതാണ് ജീവിതത്തിൻ്റെ ഭാഗം. അതില്ലാത്ത ഒരു ജീവിതക്രമം, സ്നേഹത്തിൽ പങ്കുവെക്കുന്ന ഒരു ജീവിതക്രമം, ആ ക്രമത്തിലേക്ക് കടന്നു വരാനാണ് ഓരോ ഭർത്താവിനെയും ഓരോ ഭാര്യയെയും ദൈവം വിളിക്കുക. റിഹേഴ്സലില്ലാത്ത ഒരു ജീവിതമാണ് കുടുംബം. ഒരിക്കൽ മാത്രമുള്ളതാണ്. ഒരിക്കലും അതുണ്ടാകണമെന്നില്ല. എങ്കിൽ ഒരിക്കൽ മാത്രമുള്ളതും പിന്നീട് ഒരിക്കലും നമുക്ക് ആവർത്തിക്കാനില്ലാത്തതുമായ ഈ ഐഹിക ജീവിതം, ആ ജീവിതത്തെ വിശുദ്ധിയോടും നന്മയോടും കൂടി ജീവിക്കുവാൻ, അങ്ങനെ പരിശുദ്ധിയിൽ പരിപാലിക്കുവാനുള്ള ഉത്തരവാദിത്വം ഗാർഹിക സഭയുടെ പുരോഹിതനായ ഒരു ഭർത്താവിനും ഭാര്യയ്ക്കും ദൈവമായ കർത്താവ് നൽകുകയാണ്. ജീവിതത്തിൽ ഈ ഒരു ചിന്ത നമുക്ക് കൊണ്ടുവരാം. ദൈവം എനിക്ക് തന്ന കുടുംബം, ഈ ജീവിതത്തിൽ ധന്യമാക്കേണ്ട കുടുംബം, കുറ്റങ്ങളും കുറവുകളും പോരായ്മകളും എല്ലാവർക്കുമുണ്ട്. ആ കുറവുകളും പോരായ്മകളെയും എല്ലാം പരിഹരിച്ച് ദൈവകരങ്ങളിൽ കൊടുക്കാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെന്നും പ്രാർത്ഥിക്കണം, ദൈവമേ, നീ എനിക്ക് തന്ന ജീവിത പങ്കാളിയുടെ സകല കുറവുകളോടും സകല ബലഹീനതയോടും കൂടി അവളെ ഉൾക്കൊള്ളുവാൻ, സ്വീകരിക്കുവാൻ ശക്തി ലഭിക്കണമേ എന്ന്. എൻ്റെ ഭാര്യയുടെ കുറവുകൾ, പോരായ്മകൾ ഞാനെന്ന ഭർത്താവിലൂടെ തിരുത്തപ്പെടട്ടെ. എൻ്റെ ഭർത്താവിൻ്റെ കുറവുകൾ, പോരായ്മകൾ ഞാനെന്ന ഭാര്യയോട് തിരുത്തപ്പെടട്ടെ. ഈ ഒരു വിജ്ഞാനം, തിരിച്ചറിവ് ജീവിതത്തിൽ സൂക്ഷിക്കുവാനും കുടുംബത്തെ ബലപ്പെടുത്തുവാനും, അങ്ങനെ ഉറപ്പുള്ള ഒരു തിരുകുടുംബമായി നമ്മുടെ കുടുംബം മാറുവാനും, നസ്രത്തിൽ യോസേപ്പിൻ്റെയും മറിയത്തിൻ്റെ കുടുംബം പോലെ നമ്മുടെ കുടുംബം യേശുവിൻ്റെ സാന്നിധ്യത്താൽ നിറയുന്നൊരു കുടുംബമാകട്ടെ. അതിനുള്ള വിജ്ഞാനം ദൈവമായ കർത്താവ് ഈ സന്ദേശം ശ്രവിക്കുന്ന നാം ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ. പ്രാർത്ഥിക്കുന്നു. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.
യേശുവിൽ പ്രിയമുള്ളവരെ, കുടുംബ ജീവിത ചിന്തകളുടെ ഒരു ഭാഗത്ത് നമ്മൾ കാണുകയായിരുന്നു. കുടുംബം വിജ്ഞാനം എന്ന് പറയുന്ന ഒരു മൂലക്കല്ലിൽ സ്ഥാപിക്കപ്പെടണം, പ്രതിഷ്ഠിക്കപ്പെടണം. കുടുംബത്തിന് മറ്റൊരു മൂലക്കല്ലാണ് ജീവിതത്തിൽ കുടുംബജീവിതത്തിൻ്റെ വിശുദ്ധി എന്ന് പറയുന്ന ഒരു തലം. വിശുദ്ധി എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ കുടുംബ അന്തസ്സിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരു പുരുഷന് പല സ്ത്രീകളോട് താല്പര്യം തോന്നാം. ഒരു സ്ത്രീക്ക് പല പുരുഷന്മാരോട് താല്പര്യം തോന്നാം. പക്ഷേ ഒരിക്കൽ ആ ജീവിതാന്തസ്സിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ പിന്നീട് ഒരു കാരണവശാലും മറ്റൊരു വ്യക്തിയോട് താല്പര്യം തോന്നരുത്. വിവാഹത്തിന് മുമ്പ് പരസ്പര ആകർഷണങ്ങളും പലരോടും താല്പര്യങ്ങളും ഒക്കെ ഉണ്ടാകാം, അത് സ്വാഭാവികം. 25 വയസ്സുള്ളൊരു യുവാവ് പറയുക, ഞാൻ കല്യാണം കഴിച്ചിട്ടുമില്ല, ഒരു സ്ത്രീകളോട് എനിക്കൊരു താല്പര്യവും തോന്നുന്നില്ല എന്ന് പറഞ്ഞാൽ അത് പുണ്യമൊന്നുമല്ല, ഏതോ മർമ്മപ്രധാനമായ ഞരമ്പ് ഇല്ല എന്നതിൻ്റെ അടയാളമാണ്. ആണാണോ പെണ്ണിനോട് താല്പര്യം തോന്നും, പെണ്ണാണോ ആടിനോട് താല്പര്യം തോന്നും. പക്ഷേ കല്യാണം കഴിച്ചാൽ പിന്നെ ഒരു പുരുഷനോട് മാത്രം ഭാര്യയ്ക്ക് താല്പര്യം, ഒരു സ്ത്രീയോട് മാത്രം ഭർത്താവിന് താല്പര്യം. അതുകൊണ്ടാണല്ലോ പറയുക, ജീവിതത്തിൽ ചേർന്ന ഇണയും തക്കതായ തുണയുമായി ഒരാളെ നൽകിയാൽ പിന്നീട് ഒരു ചിന്തയില്ല, മറ്റൊരു വീണ്ടും വിചാരമില്ല. വടക്ക് നോക്കി യന്ത്രത്തിന് സൂചി വടക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന പോലെ ഒരു ഭർത്താവിൻ്റെ ഹൃദയം എപ്പോഴും ഭാര്യയിലേക്ക് തിരിഞ്ഞിരിക്കണം, ഒരു ഭാര്യയുടെ ഹൃദയം എപ്പോഴും ഭർത്താവിലേക്ക് തിരിഞ്ഞിരിക്കണം. അതിനെ വിളിക്കുന്ന വാക്കാണ് വിശുദ്ധി. അത് ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായൊരു ഭാഗമാണ്. നമ്മൾ ഒരിക്കലും ഒരു വണ്ടിയിൽ കയറിയിട്ട് മറ്റൊരു വണ്ടിയെക്കുറിച്ച് ഓർക്കരുത്. ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിൽക്കുന്നു, കൊട്ടാരക്കരയ്ക്കും പോകണം, അതേസമയം എനിക്ക് അങ്ങ് മൂവാറ്റുപുഴയ്ക്കും പോകണം. മൂവാറ്റുപുഴ വണ്ടിയെ കയറി ഇരിക്കുമ്പം മുതൽ ഞാൻ ഓർക്കാൻ പാടില്ല, കൊട്ടാരക്കര വണ്ടിയെ കയറിയായിരുന്നെങ്കിൽ എനിക്ക് തിരുവല്ല കാണാം, ചെങ്ങന്നൂർ കാണാം, പന്തളം കാണാമായിരുന്നു, അടൂർ കാണാമായിരുന്നു എന്ന് മൂവാറ്റുപുഴ വണ്ടിയെ കയറിയിട്ട് ഓർക്കരുത്. ആ വണ്ടിയിലിരുന്ന് ആ റൂട്ടിലെ സ്ഥലങ്ങൾ ഞാൻ ആസ്വദിക്കാൻ പഠിക്കണം. കുടുംബജീവിതം എങ്ങനെയാണ്? ഒരിക്കലെ ഒരു ജീവിതാന്തത്തിൽ പ്രവേശിച്ചിട്ട് ഓർക്കുക, അല്പം കൂടെ മെച്ചപ്പെടുമെന്നതിന് എനിക്ക് കെട്ടാവായിരുന്നു, അല്പം കൂടെ നല്ലതിന് എനിക്ക് കിട്ടുമായിരുന്നു. ആ ചിന്ത കളരുത്. കിട്ടിയ ആളെ കൊണ്ട് മരണം വരെ സന്തോഷം, കിട്ടിയ ആളെ കൊണ്ട് അവസാനം വരെ സന്തോഷം. നമുക്ക് പലപ്പോഴും തോന്നും, ദൂരെ നിന്ന് നോക്കിയാൽ തോന്നും, അക്കരപ്പച്ച, ആ ഭാര്യ ഭർത്താക്കന്മാർ എന്തു സന്തുഷ്ടരാ, ആ സന്തോഷം എനിക്കില്ലല്ലോ. ഈ ഭാര്യ ഭർത്താക്കന്മാർ എത്ര ആനന്ദിക്കുന്നു, അതുപോലെ എനിക്കില്ലല്ലോ. അതൊക്കെ വെറും തോന്നലുകളാണ്. പാരണന്മാർ പറയുകയില്ലേ, പട പേടിച്ച് പന്തളത്തി ചെല്ലുമ്പം അവിടെ പന്തവും കൊളുത്തി പട. എല്ലാം ദൂരെ നല്ലതാണെന്ന് തോന്നും. പള്ളിയിലൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ ഒരു തിരുകർമ്മം പ്രാർത്ഥനയെ കഴിഞ്ഞ് ഭാര്യ ഭർത്താക്കന്മാർ ഒരു കാറിൽ ഒരുമിച്ച് പോകുന്ന കാണുമ്പം നമുക്ക് തോന്നും, ഇതാണ് ഗബ്രിയേൽ മാലാഹയും ഇളയ സഹോദരിയും. പക്ഷേ പിന്നീട് ഒരുമിച്ച് കാണുമ്പോഴാണ് അറിയുക, ഇതാണ് ലൂസിഫറും ബേർസബൂലിൻ്റെ മൂത്തപുത്രിയും. കാണുന്നതല്ലല്ലോ ജീവിതം, എല്ലായിടത്തും ഉണ്ട് കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ മാത്രമല്ല, എല്ലാ കുടുംബത്തിലും ഉണ്ട് ഈ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് വരുമ്പോൾ എൻ്റെ കുടുംബത്തിൽ എൻ്റെ ഭാര്യയെ സ്നേഹിക്കുക, എൻ്റെ ഭർത്താവിനെ സ്നേഹിക്കുക. ഒന്നോർത്ത് നോക്കിക്കേ, ഒരറിയിപ്പ് വരുന്നു ലോകം മുഴുവൻ. 2013 ആണ്ട് ഓഗസ്റ്റ് മാസം 1 തീയതി മുതൽ ഇപ്പോൾ നിലവിലുള്ള ജീവിത പങ്കാളിയെ മാറ്റി പുതിയ ആളെ എടുക്കാം എന്നുള്ള ഒരറിയിപ്പ് വന്നാൽ എന്തായിരിക്കും വിവാഹം കഴിച്ച പലരുടെയും പ്രതികരണം? ഒരറിയിപ്പ് വരിക, ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭർത്താവിനെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ഭർത്താവിനെ ഓഗസ്റ്റ് 1 തീയതി മുതൽ എടുക്കാം എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീയുടെ ചിന്ത എന്തായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്കുള്ള ഭാര്യയെ മാറ്റി ഇഷ്ടമുള്ള പുതിയ ആളെ എടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു ഭർത്താവിൻ്റെ ചിന്ത എന്തായിരിക്കും? തീർച്ചയായിട്ടും 100-ൽ 60% പേരും പറയും, ഒരിക്കൽ പെട്ടുപോയി, ഇനി ഈ പണിക്ക് ഇല്ലേ ഇല്ല. 20% പേര് പറയും, ഇപ്പോൾ ഉഗ്രം കെട്ടിയവൻ ഊറ്റം ഭാര്യ വേറെയൊന്നും വേണ്ട. 10% പേര് പറയും, ഒരിക്കൽ ദൈവമേ എല്ലാവരും മാറുവാണെങ്കിൽ ഞാനും മാറും, ആരും മാറിയില്ലേ ഞാനും മാറുകയില്ല. അപ്പോൾ എത്രമാത്രം തൃപ്തി എന്നുള്ളതാണ് ജീവിതത്തിൽ. ഇതാണ് വിശുദ്ധി.
ഒരു ജീവിതത്തിലേക്ക് ദൈവം പ്രവേശിപ്പിച്ചോ പിന്നീട് മറ്റൊന്നിനെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക, മറ്റൊരാളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. വിശുദ്ധിയിലേക്ക് വിളിക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും. എല്ലാം തികഞ്ഞു എന്ന് ഓർക്കരുത്. വിശുദ്ധി എന്ന് പറയുന്ന ഒരാൾ എത്തിയ സ്ഥലമല്ല, എത്താൻ കൊതിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ ജീവിതത്തിൽ എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഭർത്താവിനെ തന്നത്, എൻ്റെ വിശുദ്ധീകരണത്തിന് വേണ്ടിയാണ് ഭാര്യയെ തന്നത്. ആ ഒരു തിരിച്ചറിവും വീണ്ടും വിചാരവും മനസ്സിലെപ്പോഴും സൂക്ഷിക്കുക. ഇതിന് വിളിക്കുന്ന വാക്ക് വിശുദ്ധി. അപ്പോൾ 1 നമ്മൾ ആദ്യം കാണുകയായിരുന്നു വിജ്ഞാനം, 2 വിശുദ്ധി. കുടുംബത്തെ ബലപ്പെടുത്തുന്ന മറ്റൊരു മനോഹരമായ മൂലക്കല്ലാണ് കുടുംബജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് വിവേകം. വിവേകമില്ലാത്ത വാക്കുകൾ ഒരിക്കലും പറയരുത്. വിവേകമില്ലാത്ത വാക്കുകൾ പറഞ്ഞു അത് കുടുംബത്തിൽ തകർച്ചയ്ക്ക് കാരണമായിട്ട് മാറുന്നു. വാക്കിലെപ്പോഴും വിവേകം സൂക്ഷിക്കണം. നമ്മൾ പറയും വിവരം, വിവേകം ഇതെല്ലാം ഒരുമിച്ച് പോകുന്നതാണ്. ഉദാഹരണത്തിന് ഭാര്യയെക്കുറിച്ച് എപ്പോഴും താഴ്ത്തി പറയുന്ന ഭർത്താവ്, കഴിവില്ലാത്തവൾ, വൃത്തിയില്ലാത്തവൾ, ശുദ്ധിയില്ലാത്തവൾ, ഒന്നിനും കൊള്ളാത്തവൾ, കാക്കാശിന് വകയില്ലാത്തവൾ, അങ്ങനെ താഴ്ത്തി പറയുന്ന ഭർത്താവ് വിവരം കേട്ട കെട്ടിയവനാണ്, വിവേകമില്ലാത്ത ഭർത്താവാണ്. ഭർത്താവിനെ കുറിച്ച് എപ്പോഴും താഴ്ത്തി പറയുക. ഇങ്ങനെ ഒരെണ്ണമാണല്ലോ വിധിച്ചത്, ഇവനാണല്ലോ താലി കെട്ടിയത്, വേറെ എത്ര മിടുക്കന്മാരെ കണ്ടതാ, എന്നിട്ട് ഈ മഹാവിഡ്ഢിയാണല്ലോ വന്നത്. ഇങ്ങനെ വാക്ക് പറയുന്ന ഭാര്യ വിവേകമില്ലാത്ത ഭാര്യയാണ്. വിവേകമില്ലാത്ത ഭാര്യയാണ്. ഭാര്യയുടെ അപ്പനെയും അമ്മയും സഹോദരി സഹോദരന്മാരെയും എപ്പോഴും താഴ്ത്തി വർത്തമാനം പറയുന്ന ഭർത്താവ് വിവേകമില്ലാത്ത ഭർത്താവാണ്. ഭർത്താവിൻ്റെ പെങ്ങന്മാരെയും മാതാപിതാക്കളെയും സഹോദരങ്ങളെയും പുച്ഛിച്ച് പരിഹസിച്ച് സംസാരിക്കുന്ന ഭാര്യ വിവേകമില്ലാത്ത ഭാര്യയാണ്. മക്കളുടെ മുമ്പിൽ വെച്ച് കുടുംബനാഥയെ, സ്വന്തം ഭാര്യയെ, കുഞ്ഞുങ്ങളുടെ അമ്മയെ താഴ്ത്തി കേട്ടി സംസാരിക്കുന്നവൻ വിവേകമില്ലാത്തവനാണ്. കുഞ്ഞുങ്ങളുടെ മുമ്പിൽ വെച്ച് അപ്പനെ താഴ്ത്തി കേട്ടി പറയുന്ന ഭാര്യ വിവേകമില്ലാത്ത ഭാര്യയാണ്. ഭർത്താവിൻ്റെ കുറ്റം സ്വന്തം ആങ്ങളമാരോടും സഹോദരിമാരോടും കുടുംബാംഗങ്ങളോടും പറയുന്ന ഭാര്യ വിവേകരഹിതയാണ്. ഭാര്യയുടെ കുറ്റം പെങ്ങന്മാരോടും സഹോദരന്മാരോടും കുടുംബാംഗങ്ങളോടും പറയുന്ന ഭർത്താവ് വിവേകമില്ലാത്ത ഭർത്താവാണ്. ഇപ്പോൾ കുടുംബത്തിൽ വിവേകം വേണം. ഓരോ വാക്കിലും ആ വിവേകം ഉണ്ടോ എന്ന് ഭാര്യയും ഭർത്താവും ഒരു സ്വയപരിശോധന നടത്തണം. എൻ്റെ വാക്കിൽ, എൻ്റെ സംസാരത്തിൽ വിവേകമുണ്ടോ? പലപ്പോഴെങ്കിലും വിവേകമില്ലാത്ത വാക്കുകൾ ഞാൻ പറഞ്ഞു പോയിട്ടില്ലേ? വിവേകമില്ലാത്ത വാക്കിൻ്റെ ഉപയോഗം മൂലം എൻ്റെ ഭാര്യയുടെ മനസ്സ് മുറിഞ്ഞിട്ടില്ലേ? എൻ്റെ ഭർത്താവിന് ഹൃദയം മുറിഞ്ഞിട്ടില്ലേ? അത് ഓരോ ഭാര്യയും ഓരോ ഭർത്താവും കുടുംബത്തിൽ ഓരോ രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് സ്വന്തം കട്ടിലിൽ നിന്ന് ആത്മശോധന ചെയ്യേണ്ട കാര്യമാണ്. ഭർത്താവും ഭാര്യയും കൂടി ഒരാഴ്ച പിണങ്ങിയിരുന്നു. പിറ്റേ ഞായറാഴ്ച രാവിലെ ഭാര്യ പള്ളിയിൽ പോകാനായിട്ട് ഒരുങ്ങുകയാണ്. ഭർത്താവ് ഓർത്ത് ഒന്ന് ഇണങ്ങിക്കളയാം, ഏതായാലും ഞായറാഴ്ചയല്ലേ. ഇണങ്ങാൻ വേണ്ടി സ്നേഹത്തോടെ ഒന്ന് ചോദിച്ചു, നീ പള്ളിയിൽ പോവാണോടി? എടുത്തടിച്ചതുപോലെ, ഇല്ല, നരകത്തിൽ പോവാ, താൻ കൂട്ടത്തിൽ പോരുന്നു. അവന് ചൊറിഞ്ഞ് കയറി. അവൻ, ഇല്ലടി, എനിക്ക് നല്ല തിരക്കാണ്, അവിടെ ചെല്ലുമ്പം നിൻ്റെ അപ്പനോട് എൻ്റെ അന്വേഷണം പറഞ്ഞേച്ചാൽ മതി. ഇങ്ങനെയാണ് ബന്ധങ്ങളും മറ്റും മുറിയുക. ഭർത്താവിന് 1-ാം തരം നീല പാൻസിൻ്റെ തുണിയെടുത്തു, പാൻസ് തയ്ച്ചിട്ടു, നല്ല ഒരു ഷർട്ടും തയ്ച്ചിട്ടു, കഴുത്തിൽ ഒരു മഫ്ലറും ചുറ്റി. ഭാര്യയുടെ മുമ്പിൽ ചെന്ന് ചോദിച്ചു, എങ്ങനെയുണ്ടടി എന്നെ കണ്ടാൽ? സത്യമായിട്ടും അവൻ പ്രതീക്ഷിച്ച മറുപടി, ചേട്ടനെ കണ്ടാൽ ഷാരൂഖ് ഖാനെ പോലെ ഇരിക്കുന്നു. ഇങ്ങനെ പറയുമെന്ന അവൾ എടുത്ത് അടിച്ചതുപോലെ പറയുക, അയ്യടാ കേമമായിരിക്കുന്നു, റെയിൽവേയിൽ ചരക്ക് ചുമക്കുന്ന പോട്ടറെ പോലെ ഉണ്ടല്ലോ. അവന് സഹിക്കും. അവൻ പറഞ്ഞു, സത്യവാടി, ഒരു 22 വർഷമായിട്ട് ഒരു മുടിഞ്ഞ ചരക്കിനെ ഞാൻ ചുമന്നുകൊണ്ടിരിക്കുകയല്ലേ, ഞാൻ തന്നെയാ പോട്ടർ. ഈ മുറിപ്പെടുത്തുന്ന വാക്കുകൾ കുടുംബത്തിൽ ശ്രദ്ധിക്കണമെന്ന്. അങ്ങനെ ശ്രദ്ധയില്ലാതെ പറഞ്ഞു പോയോ കുടുംബബന്ധം തകരുകയാണ്. അവിടെയാണ് പറയുക, വാക്കിൽ, സംസാരത്തിൽ, പെരുമാറ്റത്തിൽ, നോട്ടത്തിലുമൊക്കെ വിവേകം സൂക്ഷിക്കുന്ന ഭാര്യയാകണം, ഭർത്താവാകണം കുടുംബജീവിതത്തിൽ. ഭർത്താവിൻ്റെ പേര് ടോം. ടോം ടോം എന്ന് കേട്ടാൽ അവന് അരിശം. ടോം കുട്ട, ടോം കുട്ട എന്ന് വിളിച്ചാൽ അവന് സന്തോഷം. അങ്ങനെയെങ്കിൽ അവനെ ടോം കുട്ട, ടോം കുട്ടാൻ തന്നെ ഭാര്യ വിളിക്കണം. വെറുതെ അരിശപ്പാട് അലറി കുട്ടാ കുട്ടാന്ന് വിളിച്ചാൽ പന്നിക്കുട്ടനെ വിളിക്കുന്ന പോലെ ഇരിക്കും. പേര് കൂട്ടി വിളിക്കുമ്പം അതാണ് വിവേകം എന്ന് പറയുക. ഭർത്താവിൻ്റെ ഒരു കണ്ണ് അല്പം ചെറിയ കണ്ണ്. ആ കണ്ണിനെക്കുറിച്ച് കേട്ടാൽ അവന് വല്ലാത്ത അരിശമാണ്. പക്ഷേ ഇവൾ അരിശം വരുമ്പം വജ്രായുധം പോലെ വിളിക്കുന്ന വാക്ക് കോങ്കണ്ണ, കോച്ചറക്കണ്ണ, കോച്ചറക്കണ്ണ, കോങ്കണ്ണ. ഇതാണ് വിവേകമില്ലാത്ത ഭാര്യയുടെ സംസാരം എന്ന് പറയുക.
എൻ്റെ ഭാര്യയുടെ പേര് മറിയ. മറിയ എന്ന് കേട്ടാൽ അവൾക്ക് ചൊറിയും. മറിയാമ്മ എന്ന് വിളിച്ചാൽ ഇക്കിളി എടുക്കും. അങ്ങനെയെങ്കിൽ മറിയാമ്മ അങ്ങനെ തന്നെ വിളിക്കണം വിവേകമുള്ള ഭർത്താവ്. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സാധനമാണ് പരിപ്പ് വടയും പാളയംകോടൻ പഴവും. വിവാഹ വാർഷികത്തിലും കുഞ്ഞുങ്ങളുടെ ജന്മദിനത്തിലും 5-6 വടയും പഴവും കൂടെ ഒരു കടലാസിൽ പൊതിഞ്ഞിട്ട് മോളെ മറിയാമ്മയെ കടിക്കടി വടാ പഴം പൊതി എന്നും പറഞ്ഞ് കൊടുക്കുന്ന ഭർത്താവ് വിവേകമുള്ള ഭർത്താവാണ്. വിവേകമുള്ള ഭർത്താവ്. ഞാനൊരു സ്ഥലത്ത് ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, വിവേകമുള്ള ഭർത്താവ് ഭാര്യയെ പേരിനോട് ചേർത്ത് മോളെ മോളെ എന്ന് വിളിക്കണം. ജെസ്സിയാണോ ജെസ്സി മോളെ, ടെസ്സിയാണോ ടെസ്സി മോളെ, ജാസ്മിനാണോ ജാസ്മിൻ മോളെ, ലൂസിയാണോ ലൂസി മോളെ, മോളിയാണോ മോളുടെ മോളെ. അങ്ങനെ വിളിച്ചാൽ അത് പെണ്ണുങ്ങൾക്ക് സന്തോഷമാണ്. ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ ഒരു പ്രസംഗവും ധ്യാനവും ഒന്നും കൂടണ്ട. കല്യാണം കഴിഞ്ഞ് 6 മാസം കഴിഞ്ഞപ്പോൾ മുതൽ എൻ്റെ ഭർത്താവിനെ മോളെ മോളെ എന്ന് നീട്ടി വിളിക്കും. പക്ഷേ പൊന്നച്ഛ ആരംഭത്തിൽ വേറെ ഏതാണ്ട് പൂരിപ്പിച്ചിട്ട് അവസാനമാണ് മോളെ എന്നുള്ള വിളി വരിക. വിവേകമില്ലാത്ത വാക്കുകൾ, സംസാരങ്ങൾ കുടുംബത്തിൽ ഒരിക്കലും ഉണ്ടാകരുത്. ഒരു ഭർത്താവും ഭാര്യയും കൂടി 1 മാസം പിണങ്ങിയിരുന്നു. പിറ്റേ മാസം വിവാഹ വാർഷികമായി. അവർ തീരുമാനിച്ചു എന്തെങ്കിലും ഭക്ഷണം ഒരു നല്ല ഹോട്ടലിൽ പോയി കഴിക്കാം. അങ്ങനെ പിണക്കത്തിന് വിരാമം വിടാം, ഇണക്കത്തിൻ്റെ പുതിയ അധ്യായം എഴുതി ചേർക്കാം. അവർ വലിയ ഹോട്ടലിൽ ചെന്നപ്പോൾ ആ ഹോട്ടലിൽ 10-25 ഭാര്യ ഭർത്താക്കന്മാർ അതേ ദിവസം തന്നെ ഇണങ്ങാൻ വേണ്ടി അവിടെ തന്നെ വന്നിരിക്കുന്നു. അവർ ഡൈനിങ് ഹാളിൽ കയറി ചെന്നപ്പോൾ വലിയ മേശയുടെ പുറത്ത് വിഭവങ്ങൾ പലതും. ഒരു വലിയ മേശപ്പുറത്ത് ലഡു, ജിലേബി, സ്വീറ്റ്സ്, മധുരപലഹാരങ്ങൾ നിരത്തി വച്ചിരിക്കുന്നു. അടുത്ത മേശപ്പുറത്ത് പൊറോട്ട, നാന്, ചപ്പാത്തി, ബ്രെഡ്, അപ്പം തുടങ്ങിയ ഐറ്റങ്ങൾ. മൂന്നാമത്തെ മേശപ്പുറത്ത് കരിമീൻ മപ്പാസ്, ഫിഷ് മോളി, വെജിറ്റബിൾ കുറുമ, ലിവർ ഫ്രൈ, ചിക്കൻ ഫ്രൈ, ബീഫ് ഫ്രൈ അതെല്ലാം നിരത്തി വച്ചിരിക്കുന്നു. എല്ലാവരും അങ്ങ് ഇരുന്നു. ഒരു ഭർത്താവ് ഭാര്യയോട് ഇണങ്ങാൻ വേണ്ടി പറഞ്ഞു, എൻ്റെ സ്വീറ്റി കുറേ സ്വീറ്റ്സ് എടുത്തു തരാമോ? അവൾ മധുരപലഹാരം എടുത്തു കൊടുത്തു. അവരങ്ങ് ഇണങ്ങി. രണ്ടാമത്തെ ഭർത്താവ് പറഞ്ഞു, എൻ്റെ കരളെ ആ ലിവർ ഫ്രൈ ഒന്ന് എടുത്തു തരാമോ? അതോടെ അവരും അങ്ങ് ഇണങ്ങി. അപ്പം മൂന്നാമത്തെ ഭാര്യ പറഞ്ഞു, പൊന്നു മനുഷ്യ, ഇതുപോലെ നല്ല വാക്ക് എന്നോടും ഒന്ന് പറ, ഞാനും ഒന്ന് ഇണങ്ങട്ടെ. അവൻ മുഖത്തടിച്ച് പറഞ്ഞ് നിർത്തയം പറയുക, എൻ്റെ പോത്തെ ആ ബീഫ് ഫ്രൈ ഒന്ന് എടുത്തു തരാമോ? അതോടെ കൂട്ടയടിയായി. വിവേകമില്ലാത്ത വാക്ക് കുടുംബത്തിൽ പറയരുത്. ഭാര്യ ഭർത്താവിനോട് പറയരുത്, ഭർത്താവ് ഭാര്യയോട് പറയരുത്. കുടുംബത്തിൽ വിവേകം വേണം. അപ്പോൾ 1 വിജ്ഞാനം വേണം, 2 വിശുദ്ധി, 3 വിവേകം. കുടുംബത്തെ അതിമനോഹരമാക്കുന്ന 4 ഒരു മൂലക്കല്ലുണ്ട്. ആ മൂലക്കല്ലിൻ്റെ പേരാണ് കുടുംബജീവിതത്തിൽ വിധേയത്വം. കുടുംബത്തിൽ ഒരു വിധേയത്വം ആവശ്യമാണ്. പൗലോസ്ലീഹ ഭാര്യ ഭർത്താക്കന്മാർക്ക് ഉപദേശം കൊടുക്കുമ്പോൾ പറയുന്നു, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കുവിൻ. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് നിങ്ങൾ വിധേയരായിരിക്കുവിൻ. ഈ വിധേയത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് സ്ത്രീ കൂടുതൽ വിധേയത്വം കുടുംബത്തെ കാണിക്കണം. അതിനുള്ള മനഃശാസ്ത്രപരമായിട്ടുള്ള ഒരു ബാലൻസ്, ഒരു പക്വത പുരുഷനേക്കാൾ ദൈവം സ്ത്രീക്കാണ് കൊടുത്തിരിക്കുക. ഗർഭധാരണം, നൊമ്പരത്തോടുള്ള പ്രസവം, കുഞ്ഞുങ്ങളെ പാലൂട്ടുന്നു, ഉറക്കളയ്ക്കാനുള്ള കഴിവ്, എല്ലാം കൂടുതൽ ഒരു സ്ത്രീക്കുണ്ട്. കൂടുതൽ ക്ഷമിക്കാൻ, കണ്ടില്ല കേട്ടില്ല എന്ന് വെക്കാൻ, അയഞ്ഞു കൊടുക്കാനുള്ള ഒരു വലിയ ശക്തി ഒരു പുരുഷനേക്കാൾ കൂടുതൽ ദൈവം ഒരു സ്ത്രീക്ക് കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് പറയുക, ഒരു സ്ത്രീ വിധേയത്വം കാണിച്ചു കഴിയുമ്പോൾ കുടുംബത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം വരികയാണ് ചെയ്യുക. ഒത്തിരി പ്രശ്നങ്ങൾക്ക് അവിടെ പരിഹാരം വരുന്നു. വിധേയത്വത്തിൻ്റെ ഒരു തലത്തിലൂടെ നമ്മൾ കടന്നു പോവുക. ഒരുപക്ഷെ യൂറോപ്യൻ രാജ്യങ്ങളിൽ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പല കുടുംബ ബന്ധങ്ങളും തകരുന്നതിൻ്റെ ഒരടിസ്ഥാന കാരണം ഈ വിധേയത്വം നഷ്ടപ്പെടുമ്പോഴാണ്. നമ്മുടെ നാട്ടിൽ ഇന്ന് ഒത്തിരി പ്രശ്നമുണ്ട്. ജോലിക്കാരായ ഭാര്യ ഭർത്താക്കന്മാർ, പണ്ട് ഭർത്താവ് സമ്പാദിക്കുന്നു, ഭാര്യ കുടുംബത്തിൻ്റെ മേഖലകളെ കൃത്യനിഷ്ഠയോടെ നോക്കുന്നു. ഇന്ന് മാറി, 2 പേരും അധ്വാനിക്കുന്നവരാ. ഒരുപാട് കുടുംബങ്ങളിൽ ടൗണിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് പട്ടണങ്ങളിൽ ഭർത്താവിനൊപ്പം അധ്വാനിക്കുന്ന ഭാര്യ, 2 പേരും ഒരുമിച്ച് സമ്പാദിക്കുന്നു, നേടുന്നു, ചെലവാക്കുന്നു. ഇപ്പോൾ 2 പേരും തുല്യതയുടെ ഒരു തരത്തിലൂടെ കടന്നു പോകുമ്പോൾ എന്തിനീ വിധേയത്വം എന്നൊരു ചിന്ത, ആ ഒരു ചിന്ത വന്നോ കുടുംബം തകർന്നു. ഏഷ്യൻ എക്കോണമി രക്ഷപ്പെടുന്നതും ഇന്ത്യ കുതിച്ചു വരുന്നതിൻ്റെയും കാരണം
ബലമുള്ള കുടുംബം ഉണ്ടെന്നുള്ളതാണ്. കുടുംബം തകർന്നോ നമ്മുടെ രാജ്യം തകരും. തകരാത്തതിൻ്റെ കാരണം ബലപ്പെടുത്തുന്ന കുടുംബ ബന്ധങ്ങൾ നമുക്കുണ്ട്. ഇംഗ്ലണ്ടിൻ്റെ സാമ്പത്തിക മാന്ദ്യം വന്നപ്പോൾ, അവിടെ ചില സാമൂഹ്യ ബഹളങ്ങളുണ്ടായപ്പോൾ, കുട്ടികൾ കടകൾ അടിച്ചു പൊളിച്ച് പല സാധനവും മോഷ്ടിച്ചു പോയപ്പോൾ മുൻ പ്രധാനമന്ത്രി ടോണി ബ്ലെയർ പറഞ്ഞു, ഇംഗ്ലണ്ട് രക്ഷപ്പെടണമെങ്കിൽ, ഇംഗ്ലണ്ടിൻ്റെ സമ്പത്ത് രക്ഷപ്പെടണമെങ്കിൽ, സംസ്കാരം രക്ഷപ്പെടണമെങ്കിൽ, ഒരു പുതു നവീകരണം വരണമെങ്കിൽ ഇന്ത്യൻ മോഡലിലുള്ള ദാമ്പത്യ ബന്ധങ്ങൾ അവിടെ ആരംഭിച്ചിരിക്കണം. കുടുംബ ബന്ധങ്ങൾ. ഞാൻ 2 വർഷം മുമ്പ് ലണ്ടനിൽ ധ്യാനിപ്പിക്കുമ്പം വളരെ പ്രായമുള്ള ഒരമ്മച്ചി, 80 വയസ്സിലധികം പ്രായം വരും, എന്നോട് പറഞ്ഞു, അച്ഛാ, നിങ്ങളെപ്പോലെ അന്തസ്സുള്ള കുടുംബങ്ങൾ ഞങ്ങൾക്കുണ്ടായിരുന്നു 950 വരെ. പക്ഷേ ഇതുപോലെ കുഴ പറഞ്ഞ ഒരു ബലം നഷ്ടപ്പെട്ട കുടുംബമുണ്ടായത് 950കൾക്ക് ശേഷമാണ്. കാരണം യൂറോപ്പിൻ്റെ ചരിത്രത്തിൽ 1ഉം 2ഉം ലോകമഹായുദ്ധങ്ങൾക്ക് ശേഷം പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ അനേക കുടുംബനാഥന്മാർ മിലിറ്ററി സർവീസിൽ വെച്ച് കൊല്ലപ്പെട്ടു. അവിടെ വിധവകളായ ഒത്തിരി സ്ത്രീകളുണ്ടായി. അങ്ങനെ വിധവകളായ സ്ത്രീകളുണ്ടായപ്പോൾ ഏഷ്യയിൽ നിന്നും ആഫ്രിക്കയിൽ നിന്നുമൊക്കെ ധാരാളം ആണുങ്ങളെ പണിക്ക് വേണ്ടി, അടിമപ്പണിക്കും കൂലിപ്പണിക്കും വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങളിൽ കൊണ്ടുചെന്നു. ദ ട്രാൻസിഷൻ ഓഫ് യൂറോപ്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന പുസ്തകത്തിൽ ഇതിന് മനോഹരമായ വിശദീകരണം കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ചെന്നപ്പോൾ ഇവർ അടിമകളെ പോലെ പണിതു. കുറേ നാൾ കഴിഞ്ഞപ്പം പെണ്ണുങ്ങൾക്ക് ജീവിത പങ്കാളി ഇല്ലാതെ വന്നപ്പോൾ ഈ അടിമപ്പണിക്ക് കൊണ്ടുചെന്നവരെ ഭർത്താക്കന്മാരുടെ റോഡിലേക്ക് സ്വീകരിച്ചു. പിന്നെ അടിമകളോട് കാണിക്കുന്ന അതേ പെരുമാറ്റം ഈ തൊലിവെളുത്ത പെണ്ണുങ്ങൾ ഈ ഏഷ്യൻ ആഫ്രിക്കൻ വംശജരോട് കാണിച്ചു തുടങ്ങി. അങ്ങനെ അധികാരപ്രയോഗമായി. സാവധാനം ആണുങ്ങളുടെ വില നഷ്ടപ്പെട്ടു. പെണ്ണുങ്ങളുടെ ഭരണം ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി, സമൂഹത്തിൽ വന്നായ ഒരു വ്യതിയാനത്തിൻ്റെ ഭാഗമായി അവർ ഏറ്റെടുത്തു. ആണുങ്ങൾ അടിമകളായി. അതിൻ്റെ ഫലമായി എന്തു സംഭവിച്ചു? മക്കൾ ധിക്കാരികളായി. മനഃശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു വലിയ തത്വമുണ്ട്. എവിടെയെല്ലാം ഒരു പുരുഷൻ ഭാര്യയേക്കാൾ താഴുവോ അവിടെ മക്കൾ ധിക്കാരികളായി മാറും. മക്കൾ ബലമുള്ളവരായിട്ട് നിൽക്കണമെന്ന് വരികിൽ, അനുസരിക്കുന്നവരാകണമെങ്കിൽ ഭർത്താവ് ശിരസും ഭാര്യ ഹൃദയവുമായി നിൽക്കണം. ഭർത്താവ് തലപ്പത്തായിരിക്കണം, ഭാര്യ അല്പത്താന്ന് നിൽക്കണം. അടിമയെന്നുള്ള രീതിയിലല്ല, അതൊരു റോൾ മോഡലാണ്. റോൾ മോഡൽ. അമേരിക്കയിലും ഒക്കെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ, അല്ല യൂറോപ്യൻ രാജ്യങ്ങളിലൊക്കെ ചെന്ന് കഴിയുമ്പം ഇന്ത്യൻ വംശജരുടെ മക്കൾക്കാണ് പഠിക്കാൻ കഴിവ് കൂടുതൽ. IQ അതിന് തലമെടുത്തു കഴിഞ്ഞാൽ അവർ വളരെ മുമ്പിലാണ്. ഇന്ന് സോഷ്യൽ സർവേകൾ പറയുന്നത് കുട്ടികൾ അത്രയും നന്നായിട്ട് പഠിച്ച് വളരുന്നതിൻ്റെ ഒരു വലിയ കാരണം അവർക്ക് വീട്ടിൽ റോൾ മോഡലുണ്ട്. വീട്ടിൽ ചെല്ലുമ്പോൾ ശിരസായ ഒരപ്പൻ, ഒപ്പം നിഴൽ പോലെ ചേർന്ന് നിൽക്കുന്ന ഒരമ്മ, ആ റോൾ മോഡലിൽ കുഞ്ഞുങ്ങൾ വളരുന്നു, അവർ വലിയ വലിയ സ്ഥാനങ്ങളിലെത്തുന്നു. പക്ഷേ പലപ്പോഴും വെള്ളക്കാരുടെയൊക്കെ പലരുടെയും മക്കൾ അവർക്ക് വളരെയേറെ നേരത്തെ മയക്കുമരുന്നിന് അടിമകളാകുന്നു, ജീവിതം ഉഴപ്പുന്നു. ഒരു നല്ല ശതമാനം പേരും നമ്മൾ നോക്കിയാൽ കാണുന്നത് കുടുംബത്തിൽ അപ്പനില്ല, അപ്പൻ എവിടെയെന്ന് അറിയത്തില്ലാത്ത കുഞ്ഞുങ്ങളാണ്. അവരുടെ സ്വഭാവത്തിൽ വൈകല്യങ്ങളുണ്ടാകുന്നു, പെരുമാറ്റത്തിൽ വ്യതിയാനങ്ങളുണ്ടാകുന്നു. കുടുംബത്തിൽ ഒരു സ്ത്രീ കാണിക്കുമ്പം ആ കുടുംബത്തിൽ ബലം വരുന്നു, അത് ശക്തിപ്പെടുന്നു. മക്കളെയും സഭയെയും കുടുംബത്തെയും ഒക്കെ കരുതി ഈ വിധേയത്വം സ്ത്രീകൾ പാലിക്കുമ്പോൾ തീർച്ചയായിട്ടും കുറച്ചൊക്കെ ബുദ്ധിമുട്ടുകളും മാനസികമായിട്ടുള്ള വ്യതകളിലൂടെയൊക്കെ കടന്നു പോകേണ്ടി വന്നാലും ഓർക്കുക, ഒരു ശോഭനമായ കുടുംബം, മനോഹരമായൊരു ഭവനം, അത് പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്ക് സ്ത്രീകളായ ഭാര്യമാർ വഹിക്കുന്നു എന്നുള്ള ഒരു ചിന്ത മനസ്സിൽ കൊണ്ടുവരിക. അപ്പോൾ ഇന്ന് ഈ വിധേയത്വമൊക്കെ കുറഞ്ഞു വരുന്ന ചില സ്ഥലങ്ങൾ ഒരിക്കലും ഒരു കുട്ടി പറഞ്ഞു, എൻ്റെ അച്ഛ 5 വർഷം മുമ്പ് വരെ എൻ്റെ അമ്മയ്ക്ക് എൻ്റെ അപ്പനോട് എന്തൊരു വിധേയത്വമായിരുന്നു. പക്ഷേ കഴിഞ്ഞ 2-3 വർഷമായിട്ട് അമ്മ ആവശ്യമില്ലാത്ത പാഴ്വാക്കുകൾ അപ്പനോട് പറയുന്നു. അമ്മയുടെ നാവിൽ നിന്നും ചീത്ത വാക്കുകൾ പുറത്തേക്ക് വരുന്നു. ദ്വയാർത്ഥ പ്രയോഗമുള്ള വാക്കുകൾ അമ്മ ഉപയോഗിച്ച് തുടങ്ങി. ഞാൻ ചോദിച്ചു, അതെങ്ങനെയാടാ നിൻ്റെ അമ്മയ്ക്ക് സംഭവിച്ചത്? അവൻ പറഞ്ഞു, അച്ഛാ, എൻ്റെ അപ്പം പറഞ്ഞത് തൊഴിലുറപ്പ് പദ്ധതിക്ക് പോയപ്പം തുടങ്ങിയാണ് അമ്മയിൽ മാറ്റം വന്നത്. ഇവരുടെയും കൂടെ കൂടി പുളിച്ച തെറിയും അളിഞ്ഞ വർത്തമാനങ്ങളും കേട്ടുപഠിച്ചിട്ട് അത് കുടുംബത്തിൽ വന്ന് ഭർത്താവിനോട് പ്രയോഗിച്ച സ്ത്രീകളുണ്ട്. എല്ലാവരെയും കുറിച്ചല്ല പറയുക, നിരവധി സംഭവങ്ങൾ എടുത്തെടുത്ത് കാണിക്കാൻ പറ്റും. ഒത്തിരി കേസുകളിലൂടെ ഞാൻ കടന്നുപോയിട്ടുണ്ട്. ഒരുമിപ്പിക്കാൻ വേണ്ടി ഞാൻ തന്നെ ശ്രമിച്ചിട്ടുമുണ്ട്. അപ്പോൾ അവിടെ നഷ്ടപ്പെടുന്നത്, ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോകുന്നത് ഈ വിധേയത്വത്തിൻ്റെ തലമാണ്. ഇപ്പോൾ വിധേയത്വം ഉണ്ടോ?
അവിടെ ഭർത്താവിന് ഈടുണ്ട്, ഭാര്യയ്ക്ക് ബലമുണ്ട്, കുഞ്ഞുങ്ങൾക്കൊരു പക്വതയുണ്ട്. ഇതിലേക്കൊക്കെയാണ് കുടുംബജീവിതത്തിലെ വിധേയത്വം നമ്മളെ നയിക്കുക, നമ്മളെ ബലപ്പെടുത്തുക, നമ്മളെ ശക്തിപ്പെടുത്തുക. അപ്പം ആ ഒരു തിരിച്ചറിവും വീണ്ടും വിചാരവും നമ്മുടെ മനസ്സിൽ നമ്മൾ സൂക്ഷിക്കുക. വിധേയത്വം. ചിലപ്പോൾ ഇന്ന് ചില ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളെ എന്തൊരു പേടിയാണ്. നമ്മുടെ നാട്ടിലത് ആരംഭിച്ചിട്ടുണ്ട്. ഭാര്യയെ പേടിയാണ്, ഭാര്യയെ ഭയം. ചില കുടുംബങ്ങളിൽ കാണാം. ഭർത്താക്കന്മാരുടെ ഒരു പ്രത്യേക സമ്മേളനം, 500 ഭർത്താക്കന്മാരുടെ വലിയ സമ്മേളനം. ക്ലാസ് എടുക്കുന്ന മനഃശാസ്ത്രജ്ഞൻ പറഞ്ഞു, ഭാര്യമാർ അവരെ പേടിക്കുന്ന പുരുഷന്മാരുടെ എണ്ണം കൂടി വരുന്നു, ഭാര്യമാർ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങളുടെ എണ്ണം കൂടി വരുന്നു. ഞാനിന്ന് ചോദിക്കട്ടെ, ഭാര്യമാർ പറയുന്നത് അതുപോലെ കേൾക്കുന്ന ആണുങ്ങൾ എൻ്റെ അടുക്കിലേക്കൊന്ന് വരാൻ പറഞ്ഞു. 499 പേരും റോക്കറ്റ് വേഗത്തിൽ ഓടി വന്ന് ഇയാൾ 2 വശത്ത് നിന്നു. ഒരുത്തൻ കാലുമേ കാലും കയറ്റി വെച്ച് കുലുങ്ങി ചിരിച്ചുകൊണ്ടിരുന്നു. ഇയാൾ പറഞ്ഞു, ഒരാളെങ്കിലും ഉണ്ടല്ലോ സ്വന്തം തീരുമാനം എടുക്കുന്നവർ. ഭാര്യമാർ പറയുന്നത് അതുപോലെ കേൾക്കുന്നവർ വരാൻ പറഞ്ഞപ്പം നിങ്ങൾ 499 പേര് ഓടി വന്നപ്പം ഒരാളെങ്കിലും ഉണ്ടല്ലോ വരാതിരുന്നയാൾ. സഹോദരൻ ഇങ്ങോട്ട് കടന്നു വന്നിട്ട് എന്താണ് ഇങ്ങേരുടെ പോളിസി എന്ന് ഇവർ കേൾക്കാനെന്ന് പറഞ്ഞു കൊടുക്കുക, ഇവരൊന്ന് പഠിക്കട്ടെ. അദ്ദേഹം പറഞ്ഞു, പൊന്നു സാറേ, പ്രത്യേക പോളിസിയൊന്നുമില്ല. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നേരത്തും എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞായിരുന്നു, പല അവന്മാരും അങ്ങോട്ട് വാ ഇങ്ങോട്ട് വാ എന്ന് പറയും, അനങ്ങിപ്പോയേക്കരുത്, അവിടെ തന്നെ ഇരുന്നോണമെന്നാണ് പറഞ്ഞത്, അതുകൊണ്ടാണ് ഞാൻ വരാതിരുന്നത്. പല കുടുംബത്തിൻ്റെ അവസ്ഥകൾ ഇന്നിങ്ങനെയുണ്ട്. അവിടെയാണ് പറയുക, സ്ത്രീ കൂടുതൽ വിധേയത്വം കാണിക്കുക, എങ്കിൽ കുടുംബം ബലപ്പെടും. അത് ഭർത്താവ് ഒരു അധികാരപ്രയോഗത്തിൻ്റെ കാര്യമായിട്ട് എടുക്കരുത്, ഔദാര്യമായിട്ട് കരുതരുത്. കുടുംബം നിലനിൽക്കാനുള്ള ഒരമ്മയുടെ ഭാര്യയുടെ വിട്ടുവീഴ്ചയായിട്ട് കാണുക. കുടുംബത്തിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട മൂലക്കല്ലാണ് വീണ്ടെടുപ്പ്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 1 കൊരിന്ത്യർ 7-ാം അധ്യായം 14-ാം വാക്യത്തിൽ പറയുന്നു, ഒരു ഭർത്താവിൻ്റെ കുറവ് ഭാര്യ നികത്തും, ഭാര്യയുടെ കുറവ് ഭർത്താവ് നികത്തും. വീണ്ടെടുക്കാൻ വേണ്ടിയാണ് ദൈവം ദമ്പതിമാരെ ഒരുമിപ്പിച്ചിരിക്കുക. വീണ്ടെടുപ്പ് അറിയാമല്ലോ. മുൻകോപിയായ ഭർത്താവിന് ശാന്തശീലമുള്ള ഭാര്യയെ ദൈവം കൊടുക്കും. അന്താരാഷ്ട്ര പിശുക്കന് ഇൻ്റർനാഷണൽ ദൂർത്തടികാരിയെ ദൈവം കൊടുക്കും. വളഞ്ഞു നടക്കുന്നവന് ഞെളിഞ്ഞു നടക്കുന്നവളെ കൊടുക്കും. വാ പൊളിക്കാൻ പ്രയാസമുള്ളവന് വാ പൊളിച്ചാൽ അടയ്ക്കാത്തവളെ കൊടുക്കും. പള്ളിയിൽ കയറാത്തവന് പള്ളിയിൽ നിന്ന് ഇറങ്ങാത്തവളെ കൊടുക്കും. ബൈബിൾ കൈകൊണ്ട് തൊടാത്തവന് ബൈബിൾ ഒരിക്കലും താഴെ വെക്കാത്തവളെ കൊടുക്കും. അത് ദൈവത്തിൻ്റെ പദ്ധതിയാണ്. വീണ്ടെടുപ്പ്. ഭർത്താവിൻ്റെ കുറവ് ഭാര്യ വീണ്ടെടുക്കണം. നമുക്കറിയാം, ഓരോരോ വിധത്തിലും പ്രാർത്ഥിക്കാൻ ആണുങ്ങൾക്ക് അല്പം മടിയുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് ദൈവം കൂടുതൽ കൃപ കൊടുത്തു ഭർത്താവിൻ്റെ കുറവ് നികത്താനായിട്ട്, അവനെ വീണ്ടെടുക്കാൻ. മനക്കെട്ടി പെണ്ണുങ്ങൾക്ക് കുറവാണോ ആണുങ്ങൾക്ക് കൂടുതൽ കൊടുത്തു കുടുംബത്തെ ബലപ്പെടുത്താൻ. തൊലിക്കെട്ടി ആണുങ്ങൾക്ക് കൂടുതൽ, പെണ്ണുങ്ങൾക്ക് കുറവ്. പെണ്ണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുത്താൽ മോഡേൺ ബ്രെഡിലോ ബണ്ണിലോ പിടിച്ച പോലെ പളുപള പതുപതാ പരുവത്തിൽ കിടക്കും. പക്ഷെ ആണുങ്ങൾക്ക് ഷെയ്ക്കാൻ കൊടുത്താൽ കമ്പിപ്പാരിലോ കാപ്പിക്കമ്പലോ പിടിച്ച പോലെ പറുപറ പാറപ്പുറം പോലെ നല്ല കട്ടി. അതുകൊണ്ടാണ് അപ്പന്മാർ കുഞ്ഞുങ്ങളെ എടുക്കുമ്പം കുഞ്ഞുങ്ങൾ വലിയ വായിലേ കരയാൻ തുടങ്ങും. സർവേക്കല്ലേ മുട്ടിയ പോലെ മയിൽക്കുറ്റിയെ തട്ടിയതുപോലെ. പക്ഷെ അമ്മ എടുക്കുമ്പോഴേ കൊച്ച് കരച്ചിൽ നിർത്തും. ഡ്യൂറോഫ്ലക്സ് ഡൺലപ്പ് മെത്തക്കിട്ട് മുട്ടിയ പോലെ ഒരു നല്ല മയമുണ്ട്. സഹനശക്തി ആണുങ്ങൾക്ക് കുറവ്, പെണ്ണുങ്ങൾക്ക് കൂടുതൽ. ആണുങ്ങൾക്ക് തലവേദന വന്നോ ലോകമഹായുദ്ധം, വൈദ്യവേദന വന്നോ സുനാമി, നെഞ്ചുവേദന വന്നോ ഭൂമി കുലുക്കം. ഭാര്യയും മക്കളും അവനെ തന്നെ നോക്കിക്കോണം. പക്ഷേ നല്ല അമ്മച്ചിമാരെ കേട്ടിട്ടുണ്ട്, കുടലിൽ പഴുപ്പ, എന്നാലും പറയും ഉലുവാവെള്ളം കുടിച്ചായിരുന്നെങ്കിൽ ഈ വേദന മാറിയേനെ. തലയ്ക്ക് നൊമ്പരമാ, പറയും മല്ലിക്കാപ്പ് കുടിച്ചറിയായിരുന്നു തലയുടെ വേദനയൊന്ന് മാറുമെന്ന്. സഹനശക്തി കൂടുതൽ കൊടുത്തിരിക്കുന്നു. അതുകൊണ്ടാണ് പ്രസവിക്കുവാനുള്ള വരം ദൈവം പെണ്ണുങ്ങൾക്കാണ് കൊടുത്തത്. തമ്പുരാനറിയാം ഇത് ആണുങ്ങളുടെ വകുപ്പാണോ, ഒറ്റ പ്രസവം ലോകാവസാനം, ഇനി പരിപാടിക്ക് ഇല്ല. അപ്പോൾ ദൈവം കൊടുത്തിരിക്കുന്നു സഹനശക്തി ഒരു സ്ത്രീക്ക് കൂടുതലായിട്ട്. അതിൽ പരസ്പരം വീണ്ടെടുക്കുക. അടിസ്ഥാനപരമായ 5 മൂലക്കല്ലുകളിൽ കുടുംബത്തെ പണിതു വരുത്തുക. വിജ്ഞാനം, വിശുദ്ധി, വിവേകം, വിധേയത്വം, വീണ്ടെടുപ്പ്. അങ്ങനെ ദൈവം തന്ന കുടുംബത്തെ ഭൂമിയിൽ സ്വർഗമാക്കുക. നരകമാക്കുന്ന ഘടകങ്ങളെ എടുത്തു മാറ്റി സ്വർഗമാക്കുന്ന ഘടകങ്ങളെ തിരിച്ചറിയാൻ. അങ്ങനെ ഈ ഭൂമിയിൽ ദൈവത്തിൻ്റെ ആലയമായി, ഭൂമിയിലെ ദേവാലയമായി നമ്മുടെ കുടുംബങ്ങൾ മാറുവാൻ ഇടയാകട്ടെ. അതിന് നമുക്ക് പരിശ്രമിക്കാം, പ്രാർത്ഥിക്കാം. ഈ ടെലിവിഷനിലുള്ള ഈ ദൂത് അതിന് നമ്മളെ ശക്തിപ്പെടുത്തട്ടെ, അനുഗ്രഹിക്കട്ടെ. ദൈവാനുഗ്രഹം എല്ലാവർക്കും നേരുന്നു. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.
യേശുവിൽ സ്നേഹമുള്ളവരെ, നസ്രത്തിൽ ഒരു വീടുണ്ടായിരുന്നു. ആ വീടിനെ വിളിച്ചു തിരുക്കുടുംബം. എൻ്റെ വീട് വെറും സിമൻറ്റും കമ്പിയും മണലും കൊണ്ടുണ്ടാക്കിയ ഒരു കെട്ടിടമാണോ? അതോ സ്നേഹത്തിൻ്റെ ഒരു ഭവനമാണ്? മേസ്തിരിയും ആശാരിയും മൈക്കാടും കൂടിയാൽ കെട്ടിടം പണിയാം. ഭവനം പണിയാൻ ഭാര്യാഭർത്താക്കന്മാരും വേണം, കൂട്ടത്തിൽ തമ്പുരാനും വേണം. യേശു കൂടെ ഇല്ലാത്ത ഒരു വീട് വെറും കെട്ടിടമാണ്. മേസ്തിരിമാരും മൈക്കാടുകളും ആശാരിമാരും ഒക്കെ ചേർന്നുണ്ടാക്കിയ ഒരു കെട്ടിടം. യേശു കൂടെയുണ്ടോ? അങ്ങനെയുള്ള ഒരു കുടുംബം, ആ ഒരു കുടുംബമായിട്ട് വേണം നമ്മുടെയൊക്കെ വീട് മാറാനായിട്ട്. ആ വീടിനെയാണ് നമ്മൾ വിളിക്കുക ഭവനമെന്ന് പറയുക. നസ്രത്തിലെ തിരുക്കുടുംബം പോലെ ദൈവസാന്നിധ്യത്തിൻ്റെ, ക്രിസ്തു സാന്നിധ്യത്തിൻ്റെ ഒരു ഭവനമായി നമ്മുടെയൊക്കെ ഭവനങ്ങൾ മാറുക. അങ്ങനെ ഭവനങ്ങളെ, അങ്ങനെ കെട്ടിടങ്ങളെ, വീടുകളെ ഭവനമാക്കി മാറ്റാൻ നമുക്ക് കഴിയണം. ബൈബിളിൽ നമുക്ക് കാണാം ഒരുപാട് കുടുംബങ്ങൾ. പാപമോചനത്തെ വേദി ഒരുങ്ങിയ ശീമോൻ്റെ വീട്, വീണ്ടെടുക്കപ്പെട്ട സഖേവൂസിൻ്റെ വീട്, പ്രാർത്ഥിക്കുന്ന ലാസറിൻ്റെ വീട്, യേശു സാന്നിധ്യത്തിൻ്റെ നസ്രത്തിലെ തിരുക്കുടുംബം, ഒത്തിരി കുടുംബങ്ങൾ, ഒരുപാട് വീടുകളെ നമ്മൾ കാണുമ്പോൾ നമ്മുടെ വീട് എങ്ങനെയുള്ള വീടാണ്, എങ്ങനെയുള്ള ഭവനമാണെന്ന് ഒരു ആത്മപരിശോധന നമ്മൾ നടത്തുക. ഒരു കെട്ടിടം എന്തിന് ഉപയോഗിക്കുന്നു അതനുസരിച്ച് കെട്ടിടത്തിൻ്റെ പേര് മാറും. ഒരു വലിയ കെട്ടിടത്തിൽ കുട്ടികളെ ഇരുത്തി പഠിപ്പിച്ചാൽ ആ കെട്ടിടത്തിൻ്റെ പേര് സ്കൂള്. ഒരു വലിയ കെട്ടിടത്തിൽ ആരാധനാക്രമങ്ങൾ നടത്തിയാൽ അത് പ്രാർത്ഥന ദേവാലയം, ആരാധനാലയം എന്ന് വിളിക്കപ്പെടുന്നു. ഒരു കെട്ടിടത്തിൽ മാംസം വിറ്റാൽ ഇറച്ചിക്കട. അപ്പോൾ എങ്ങനെയാണ് ഒരു കെട്ടിടം ഉപയോഗിക്കുക അതനുസരിച്ച് അതിൻ്റെ പേര് മാറും. ദൈവം നമുക്ക് ഒരു വീട് തന്നു, നമ്മളെങ്ങനെ ഉപയോഗിക്കുന്നു അതനുസരിച്ച് ആ വീടിൻ്റെ പേര് മാറിക്കൊണ്ടിരിക്കും. ഇന്ന് 10 കൂട്ടം വീടുകൾ ഉണ്ടെന്നാണ് പറയുക. നമുക്കിടയിൽ 10 കൂട്ടം ഭവനങ്ങൾ, 8 എണ്ണം തെറ്റായ കുടുംബങ്ങൾ, 2 എണ്ണം ശരിയായ കുടുംബം. അതിലേതിൽപ്പെടും നമ്മുടെ വീട്? തെറ്റായ കുടുംബങ്ങൾ 8 എണ്ണം, ശരിയായ കുടുംബങ്ങൾ 2 എണ്ണം. 1, കുടുംബം ഒരു മദ്യഷാപ്പ്. കള്ളു വിളമ്പുന്ന, ലഹരി വിളമ്പുന്ന ഒരു വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീടിനെ വിളിക്കും മദ്യഷാപ്പ്. എന്തിനു വേദിനും ലഹരി വിളമ്പുക. ഒരു വീട് വെഞ്ചിരിപ്പ് വരുമ്പോൾ, പുത്തനായിട്ട് താമസം തുടങ്ങുമ്പോൾ, ഒരു ജന്മദിനം വരുമ്പോൾ, വിവാഹ വാർഷികം വരുമ്പോൾ ലഹരി കൊടുക്കുന്ന, ലഹരി വിളമ്പുന്ന ഒരു വീടാണ് നമ്മുടെ വീടെങ്കിൽ ആ വീടിനെ വിളിക്കും വീട് ഒരു മദ്യഷാപ്പ്. അങ്ങനെയുള്ള വീട്ടിൽ എന്ത് സംഭവിക്കുമെന്ന് ബൈബിൾ പറയുന്നുണ്ട്. യെശയ്യാവിൻ്റെ പ്രവചനം 5-ാം അധ്യായം 11 മുതൽ 22 വരെ വാക്യങ്ങൾ. നിൻ്റെ വീട്ടിലെ വിരുന്നുമേശയിൽ നീ ലഹരി വിളമ്പുമ്പോൾ വിരുന്നിൻ്റെ കർത്താവ് വീടിനോട് യാത്ര പറയും. നിൻ്റെ വീട്ടിലെ വിരുന്നുമേശയിൽ നീ ലഹരി വിളമ്പുമ്പോൾ വിരുന്നിൻ്റെ കർത്താവ് വീടിനോട് യാത്ര പറയും. ലഹരി വിളമ്പുന്ന കുടുംബങ്ങളിൽ ദൈവാനുഗ്രഹം ഇല്ല എന്ന് വ്യക്തമായി സൂചിപ്പിക്കുന്നു യെശയ്യാവിൻ്റെ പ്രവചനം. പൗലോസ് അപ്പോസ്തലൻ ഗലാത്യയിലെ സഭയ്ക്ക് എഴുതുമ്പോൾ 5-ാം അധ്യായത്തിൻ്റെ 21-ാം തിരുവചനത്തിൽ പറയും, മദ്യപാനി സ്വർഗരാജ്യത്തിന് അവകാശിയല്ല. ലഹരിയുടെ ബന്ധനം. ചില ആൾക്കാർക്ക് അതിൽ നിന്നും മോചനം നേടാൻ പറ്റുന്നില്ല. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛ, ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, കള്ളു കുടിച്ചാൽ കണ്ണിന് ഒരു ശക്തിയുണ്ട്, അല്പം ഒന്ന് പൂസായാൽ കണ്ണിന് നല്ല പവറാണ്. ഞാൻ ചെയ്യും അതിനെ അങ്ങനെ പറഞ്ഞു, അച്ഛാ അല്പം കുടിച്ചാൽ പിന്നെ ഞാനെല്ലാം ഡബിളായിട്ടാണ് കാണുക, കാഴ്ച ഇരട്ടിയായിട്ട് മാറുന്നു. അപ്പം മദ്യത്തിൻ്റെ ബന്ധനം. ഒരു മനുഷ്യൻ ഭയങ്കര കുടിയൻ. കഴിഞ്ഞ മലപ്പുറം മദ്യദുരന്തത്തിൽ വാർത്ത വായിച്ചു. ചില മരിച്ചുപോയി, ചിലരുടെ കണ്ണിൻ്റെ കാഴ്ച പോയി, ചില ശരീരങ്ങൾ തളർന്നുപോയി. ഈ മനുഷ്യൻ മേശപ്പുറത്തേക്ക് പത്രം എറിഞ്ഞിട്ട് കുനിഞ്ഞിരുന്ന് പറയുക, ദൈവമേ, മദ്യപാൻ ഇത്രയും വലിയ ദുരന്തമാണോ? ഞാൻ ഇന്നുകൊണ്ട് നിർത്തി. ഭാര്യ പറഞ്ഞു, ഈ ദുരന്തം കണ്ടപ്പോഴേലും കുടി നിർത്തിയല്ലോ ദൈവമേ, നിനക്കൊരായിരം നന്ദി. അയാൾ ഒരു പൊടി കുടിയൊന്നും നിർത്തിയിട്ടില്ല, പത്രവായന ഇന്നുകൊണ്ട് ഞാൻ നിർത്തിയിരിക്കുകയാണ്. ഇപ്പോൾ കുടുംബം ഒരു മദ്യഷാപ്പ്, മദ്യത്തിൻ്റെ ബന്ധനമുള്ള കുടുംബമാണോ ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു ബാർ ഹോട്ടൽ, കുടുംബം ഒരു മദ്യഷാപ്പ്. 2, കുടുംബം
ചില കുടുംബങ്ങൾ കൊലക്കളങ്ങളാണ്. എങ്ങനെയുള്ള കുടുംബമാണ് കൊലക്കളം? കൊലക്കളമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മയുടെ ഉദരത്തിൽ വെച്ച് കുഞ്ഞിനെ നശിപ്പിക്കുന്ന കുടുംബത്തെ വിളിക്കും കൊലക്കളം എന്ന കുടുംബം. ഗർഭഛിദ്രം നടത്തുന്ന കുടുംബങ്ങൾ, ചില കുടുംബങ്ങൾ അങ്ങനെയുണ്ട്. ആരോഗ്യപരമായ പ്രശ്നത്തിൻ്റെ പേരിലോ ഡോക്ടർമാർ പറഞ്ഞതിൻ്റെ പേരിലോ ചില നിർണായക സമയങ്ങളിൽ നടത്തുന്ന ആ ഗർഭഛിദ്രത്തെയല്ല പറയുക. സമ്പത്ത് സൂക്ഷിക്കാൻ, ലാഭം കൊയ്യാൻ, സ്വത്ത് വീതം വെച്ച് പോകാതിരിക്കാൻ നടത്തുന്ന ക്രൂരമായ ഭ്രൂണഹത്യകളുണ്ട്. 1970 വരെ ഇന്ത്യയിൽ ഭ്രൂണഹത്യ നിയമവിരുദ്ധമായിരുന്നു. 1970 ഭ്രൂണഹത്യ നിയമവിധേയമാക്കി മാറ്റിയത്. അതിനുശേഷമാണ് പാകിസ്ഥാൻ ബംഗ്ലാദേശ് യുദ്ധത്തിൽ അനേക ഇന്ത്യക്കാരും കൊല്ലപ്പെടേണ്ടതായിട്ട് വന്നു. നിയമം ഉണ്ടാക്കിയ പ്രധാനമന്ത്രി അവിടെ 2 മക്കൾ ശരീരം തകർന്ന് ഭ്രൂണഹത്യയിലൂടെ ഒരു ശരീരം ചെതറുന്നതുപോലെ മരിച്ചുപോയതും ചരിത്രത്തിൻ്റെ ഭാഗം. ആരും നമ്മൾ വിധിക്കുകയല്ല. ഭ്രൂണഹത്യ നിയമവിധേയമാക്കി 1970 മുതൽ ഭാരതമാതാവിൻ്റെ ഗർഭപാത്രം ശിഥിലമായി. ഇന്ത്യ പാകിസ്ഥാൻ സംഘടന വീണ്ടും പെരുകി വന്നു. കാശ്മീർ തീവ്രവാദികൾ, ഖാലിസ്ഥാൻ ഭീകരവാദികൾ, ആസാമിൽ ബോഡോ ഉൾഫ സംഘടന, നക്സൽ പ്രസ്ഥാനങ്ങൾ, തമിഴ്നാട്ടിൽ സിംഹള തമിഴ്പുലി സംഘടനയുടെ പ്രത്യാഘാതങ്ങൾ, ഇതൊക്കെ നമ്മൾ അനുഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ചില കുടുംബങ്ങൾ, ഇങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തെക്കുറിച്ചാണ് പറയുക. അതൊരു കൊലക്കളമാണ്. തിരുവചനത്തിൻ്റെ വ്യാഖ്യാനം എടുത്താൽ നമുക്ക് പറയാൻ പറ്റും. ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുന്ന ഭർത്താവും വഴങ്ങുന്ന ഭാര്യയും നടത്തുന്ന ഡോക്ടറും സഹായിക്കുന്ന നേഴ്സും ദൈവത്തിൻ്റെ കോടതിയിൽ കൊലപാതകത്തിന് ചോദ്യം ചെയ്യപ്പെടുന്നു. മൂന്നാമതൊരു കൂട്ടം കുടുംബമുണ്ട്. ആ കുടുംബത്തെ വിളിക്കാവുന്ന വാക്ക് ബ്യൂട്ടി പാർലർ എന്നാണ്. ബ്യൂട്ടി പാർലർ, അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ മേടിച്ചു കൂടുന്ന ഭവനങ്ങൾ. എത്രയോ ചില കുടുംബങ്ങളുണ്ട്. വിദേശ പണം ധാരാളം വന്നപ്പോൾ, റബ്ബർ ഷീറ്റിൻ്റെ വില അമിതമായി വർദ്ധിച്ചപ്പോൾ, ചില കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് വില ഒത്തിരി കൂടിയപ്പോൾ കിട്ടുന്നതെല്ലാം മേടിച്ചു കൂടുന്ന കുടുംബങ്ങൾ. ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. അലങ്കാര വസ്തുക്കൾ, ആഡംബര വസ്തുക്കൾ. ചില പെൺപിള്ളേരെയൊക്കെ കാണാം, കണ്ടാൽ നല്ല സൗന്ദര്യമുള്ളവരാണ്. പക്ഷേ പ്രത്യേക ഡ്രസ്സും ധരിച്ച്, ഇല്ലിക്കുറ്റി പൂട്ടുകുറ്റി പോലെ ഒരു ചെരുപ്പ് വിട്ട് ഷൂസും ധരിച്ച് ഏതോ വളവഴപ്പം പാമ്പ് വളഞ്ഞു പോകുന്ന പോലെ നടന്നു പോകുന്ന കാണാം. തല മുമ്പോട്ടുന്തി പുറകുവശം പിന്നോട്ട് തല്ലി നടക്കുന്ന കണ്ടാൽ തോന്നും ഏതോ എരുമക്കടാവ് പിണ്ണാക്കം വെള്ളം കുടിക്കാൻ പോണ പോലെ നടക്കുന്ന പെൺകുട്ടികളെ കണ്ടിട്ടുണ്ട്. കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില ആൻറ്റിമാരെ കാണാം, വയസ്സ് 65-70, പല്ല് പറഞ്ഞ കുഴി പൗഡറിട്ട് നികത്തി ചുണ്ടിലും കണ്ണിലും ചായവും പൂശി നടന്നു പോകുന്ന കണ്ടാൽ തോന്നും ഏതോ കല്യാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മ കുച്ചിപ്പിടി ആടാൻ പോണത് പോലെ. ആ സഹോദരിമാരുടെ ഓർമ്മ അത് ചുണ്ടിൻ്റെ കവിളിൻ്റെ നിറവാണെന്ന് ആൾക്കാർ കരുതുമെന്ന്. സാമാന്യ ബോധമുള്ള ആർക്കും അറിയാം അത് ചുണ്ടിൻ്റെയും കണ്ണിൻ്റെയും നിറവല്ല, പെരയുടെ ജലക്കമ്പിക്ക് തൂത്ത പെയിൻറ്റിൻ്റെ ബാക്കി ക്രിയെ പൂശിയതെന്നറിയാം. ഇങ്ങനെ നടക്കുന്നവരുണ്ട്. ചെല്ലു പണിത് കൂട്ടുന്ന വീട്, എന്നാ വമ്പം കെട്ടിടങ്ങൾ. ഞാൻ അടുത്തയിടെ കാഞ്ഞിരപ്പള്ളിയിൽ ഒരു സുഹൃത്തിൻ്റെ വീട് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ചെന്നു. ഇപ്പം വീട് കൂതാശയാണ്, കയറി താമസിക്കുക. പ്രാർത്ഥിച്ച് കയറിയത് കാഞ്ഞിരപ്പള്ളിയിലാണ്, ഇറങ്ങിയപ്പം പൊൻകുന്നമായി. ഇങ്ങനെയുള്ള മുഴുത്ത കെട്ടിടങ്ങൾ പണിത് വെക്കുന്ന കാണാം. കുടുംബം ഒരു ബ്യൂട്ടി പാർലർ. ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകളാണ്. എങ്ങനെയുള്ള കുടുംബമാണ് സിനിമാ തിയേറ്റർ? ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ സിനിമയുടെ CD ഇട്ട് കാണുക, കാസറ്റ് ഇട്ട് കാണുക, അല്ലെങ്കിൽ റിമോട്ട് കൈപ്പിടിച്ച് ചാനൽ തെറ്റിച്ച് കണ്ടുകൊണ്ടിരിക്കുക. ഞാൻ എൻ്റെ പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ ചെന്നപ്പോൾ ഒരു കൊച്ചുകുട്ടി പറഞ്ഞു, അച്ഛന് മുമ്പ് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട്. മക്കൾ എവിടെ വെച്ചാന്ന് വെച്ചു, മമ്മി ഇങ്ങനെ TV-യിൽ തെറ്റിച്ച് പോയപ്പോൾ അച്ഛൻ തെന്നി പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഈ തെന്നീരുമുള്ള കുടുംബങ്ങളുണ്ട്. കുടുംബം ഒരു സിനിമാ തിയേറ്റർ. പ്രാർത്ഥന പോലും ഇഷ്ടപ്പെട്ട സീരിയലിൻ്റെ സമയം നോക്കിയാണ് ചില കുടുംബങ്ങളിൽ. പ്രാർത്ഥിക്കുന്ന ചില സഹോദരിമാരെ കണ്ടിട്ടുണ്ട്. നല്ല പ്രാർത്ഥനാ ചൈതന്യവും വേദപുസ്തക വായനയൊക്കെ ഉണ്ട്. പക്ഷെ വൈകുന്നേരം ഓടുക. എന്നാ പണ്ടൊക്കെ പറയും പള്ളിയിൽ പൂവെക്കാൻ പോവുക. ഇന്ന് ആ പൂവല്ല, കുങ്കുമപ്പൂ എന്നും പറഞ്ഞ് പറിക്കാൻ പോകുന്നവരെ കണ്ടിട്ടുണ്ട്. ചില കുടുംബത്തിൽ ഈ പ്രോഗ്രാമാണ്. ഒരു മനുഷ്യൻ പറഞ്ഞു, എൻ്റെ അച്ഛാ, എൻ്റെ ഭാര്യ TV സീരിയൽ കാണാൻ വന്നിരിക്കുന്നത് വടക്കം വീരഗാഥയിൽ പെണ്ണുങ്ങൾ തുണി കൊടുക്കുന്ന പോലെ. നെഞ്ചിന് മുകളിൽ കയറ്റി കടുപ്പമുള്ള ടർക്കി ടവലും എടുത്ത് സോപ്പൊക്കെ തേച്ച് പതച്ച് അവൾ കസേര വന്നിരിക്കും. ഞാൻ അതെന്താ, പരസ്യം വരുമ്പോൾ വെള്ളമൊഴിക്കാൻ പോയാൽ മതിയല്ല അച്ഛാ, അത്രയും സമയം ലാഭിക്കാൻ വേണ്ടിയാണ്. ചില പെണ്ണുങ്ങളെ കാണാം,
5:30 കുളിച്ച് തോർത്തി 1-ാം തരം ഡ്രസ്സും ധരിച്ച് തലമുടി കാച്ചിക്കാ പൊഴുന്നല്ല പൊക്കിക്കെട്ടി അതിനകത്ത് ഞണ്ട്, തേള്, പഴുതാര, വെറുകുള്ളി, കൊടക്കമ്പി, ആമ, ഇത് ഞണ്ട്, ഇതെല്ലാം തിരികെ കയറ്റി നെഞ്ചിന് കുറുകെ ഒരു ടർക്കി ടേബിൾ ഇട്ടുകൊണ്ട് ഒറ്റ ഇരിപ്പുണ്ട്. കാരണം 6 മണി മുതൽ ഒരുപാട് കണ്ണുനീര് വീണ് കുതിരാനുള്ള നെഞ്ചാണിത്. അപ്പോൾ ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു സിനിമാ തിയേറ്റർ. അപ്പം ചില കുടുംബങ്ങൾ മദ്യഷാപ്പുകളാണ്, ചിലത് കൊലക്കളങ്ങളാണ്, ചില കുടുംബങ്ങൾ ബ്യൂട്ടി പാർലറുകളാണ്, ചില കുടുംബങ്ങൾ സിനിമാ തിയേറ്ററുകളാണ്. വേറൊരു കൂട്ടം കുടുംബമുണ്ട്. കുടുംബം സിമിത്തേരിയാണ്. ചില കുടുംബം സിമിത്തേരിയാണ്. സിമിത്തേരിയുടെ പ്രത്യേകത വർത്തമാനം പറച്ചിലില്ല, ആരും ഒന്നും മിണ്ടിയല്ല. ഫ്യൂസായ ട്യൂബ്ലൈറ്റ് പോലെ എല്ലാവരും മര്യാദയ്ക്ക് വടി പോലെ കിടക്കുന്ന സ്ഥലം സിമിത്തേരി. ഇപ്പോൾ ടെലിവിഷനിൽ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന ചില ദമ്പതികൾ സിമിത്തേരി താമസിക്കുന്നവരാ. അവരെങ്ങോട്ടെങ്കിലും പോകുന്നത്, അവർ കടന്നു പോകുന്നത് സിമിത്തേരിയിൽ നിന്നാണ്. തിരിച്ച് ഉറങ്ങാൻ വേണ്ടി ചെല്ലുന്നത് മോർച്ചറിയിലാണ്. കിടന്നുറങ്ങുന്നത് ശവപ്പെട്ടിയുടെ അകത്ത് കിടന്നാണ്. എങ്ങനെയുള്ള വീടാ സിമിത്തേരി? വർത്തമാനമില്ല. ഭർത്താവ് ജംഗ്ഷനിൽ ടൗണിൽ ചെല്ലുമ്പം കൂട്ടുകാരെ കാണുമ്പം ഇഷ്ടം പോലെ വർത്തമാനം പറയാനുണ്ട്. ഭാര്യയ്ക്ക് പ്രാർത്ഥനയ്ക്ക് ചെല്ലുമ്പോൾ കൂട്ടുകാരികളെ കാണുമ്പം ഇഷ്ടംപോലെ വർത്തമാനം പറയാനുണ്ട്. പക്ഷേ ഭർത്താവും ഭാര്യയും അടുത്തിരുന്ന് കഴിഞ്ഞാൽ അശോകസ്തംഭത്തിലെ സിംഹത്തിൻ്റെ തല പോലെ ഒന്ന് കിഴക്കോട്ട് മറ്റേത് പടിഞ്ഞാറോട്ട്, വർത്തമാനമേ ഇല്ല. ചില കുടുംബത്തിൽ ആകെയുള്ള സംസാര വിഷയം കാലാവസ്ഥയാണ്. ഒരു ഭയങ്കര മഴ, ഇങ്ങനെ മഴ പോന്നാൽ വെള്ളം പൊങ്ങിയാൽ എന്നാടുക്കും, അല്ലെങ്കിൽ എന്തൊരാവി. ഒരു മഴക്കാർ ഇങ്ങനെ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നുണ്ട്, തിരുവല്ലായി പോയി പെയ്യാനുള്ള സാധ്യതയുണ്ട്. കാലാവസ്ഥ സൃഷ്ടിച്ച ദൈവത്തിന് 1000 നന്ദി. അല്ലെങ്കിൽ വിഷയദാരിദ്ര്യം കൊണ്ട് പല ദമ്പതിമാരും പണ്ടേ മരിച്ചു പോയേനെയും. ഒരു സ്ഥലത്ത് ഞാനൊരു ക്ലാസ്സിൽ പറഞ്ഞു, നല്ല ഭാര്യ ഭർത്താക്കന്മാർ ഉറങ്ങാൻ പോകുന്നതിന് മുമ്പ് ഒരു 15 മിനിറ്റ് മുട്ടിയുരുമി അടുത്തിരുന്ന് കൊച്ചു വർത്താനം പറഞ്ഞ് കിടക്കാൻ പോകണം. ഉടനെ ഒരു സ്ത്രീ പറഞ്ഞു, എൻ്റെ അച്ഛാ 5 മിനിറ്റ് മതിയായിരുന്നു. കല്യാണം കഴിഞ്ഞിട്ട് 20 വർഷം. ഈ മനുഷ്യൻ സന്ധ്യയാകുമ്പോൾ എന്നോട് 3 അടിയുടെ കാര്യം പറയും, വേറെ ഒന്നും പറയത്തില്ല. ഞാൻ എന്താ 3 അടി? സന്ധ്യയാകുമ്പം പറയും 1 പ്രാർത്ഥിക്കടി, 2 കഞ്ഞി വിളമ്പടി, 3 പാവിരിക്കടി. ഈ 3 അടിയേ ഉള്ളൂ, വേറെ സംസാരമേ ഇല്ല. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു സിമിത്തേരി. ചില കുടുംബങ്ങൾ സിമിത്തേരിയായ കുടുംബങ്ങൾ. വീണ്ടും 6ാമത് ഒരു കൂട്ടം കുടുംബമുണ്ട്. ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു നരകം. കുടുംബം ഒരു നരകം. ആരാണ് നരകത്തിലെ കഥാപാത്രങ്ങൾ? കാലൻ, പിശാച്, ശവങ്ങൾ. ഭാര്യ ഭർത്താവിനെ വിളിക്കും കണ്ണിച്ചോരില്ലാത്ത കാലമാടൻ. ഭർത്താവ് ഭാര്യയെ വിളിക്കും വൃത്തിയില്ലാത്ത മുതുപിശാച്. മാതാപിതാക്കൾ മക്കളെ വിളിക്കും അയൽവക്കത്തെ പിള്ളേർ പഠിക്കാൻ മിടുക്കർ. ഈ വീട്ടിൽ 3 ശവങ്ങൾ. മൂത്ത ശവം 8ാം ക്ലാസ്സിൽ, 2ാമത്തെ ശവം 6ാം ക്ലാസ്സിൽ, 3ാമത്തെ ശവം 5ാം ക്ലാസ്സിൽ. ആ വീട്ടിലെ കുഞ്ഞുങ്ങളോട് ചോദിക്കുക, നിങ്ങൾ കാലനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. എന്തിയെ? ചായ കുടിക്കാൻ പോയിരിക്കുന്നു, ഇപ്പോൾ ഇങ്ങോട്ട് വരും. പിശാചിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. തുണി അലക്കിക്കൊണ്ടിരിക്കുന്നു, ചോറ് വാർത്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെയുള്ള കുടുംബങ്ങളുണ്ട്. ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു ഭയങ്കരമായിട്ടുള്ള ബഹളത്തിൻ്റെ ഒരു ഏറ്റവും കട്ടിപിടിച്ചിട്ടുള്ള നരകമായ കുടുംബങ്ങൾ. മുൻകോപമുള്ള കെട്ടിയവനാണോ? കുടുംബം നരകമാണ്. ക്ഷിപ്രകോപമുള്ള ഭാര്യയാണോ? കുടുംബം നരകമാണ്. ചൂടാകുന്ന ഭാര്യ ഭർത്താക്കന്മാരാണോ? വീട് നരകം. തെറിക്കുത്തരം മുറിപ്പത്തരെന്ന് പറഞ്ഞ് എടുത്തിയാടുന്ന ഭാര്യ ഭർത്താക്കന്മാർ. ആ കുടുംബത്തെ വിളിക്കും വീട് ഒരു നരകം. കട്ടിയുള്ള നരകമായ ചില കുടുംബങ്ങൾ ഇങ്ങനെ മാറുന്നത് കണ്ടിട്ടുണ്ട്. ഒരു സ്കൂൾ അധ്യാപകനായ ഭർത്താവ് ദിവസവും 5 തരി വിളിക്കാതെ സ്കൂളിൽ പോകത്തില്ല. ഭാര്യ 2 എണ്ണം കേൾക്കാതെ അടുപ്പിൽ തീ കത്തിക്കത്തുമില്ല. ഒരു ദിവസം അരിശമെന്ന ഭർത്താവ് ഡോസ് കൂടി 5-6 തെറി ഇവളെ വിളിച്ചിട്ട് പോയി. ഭാര്യ ഒറ്റയ്ക്ക് തെറിയും പറഞ്ഞുകൊണ്ട് അടുപ്പിൽ തീ കത്തിക്കാൻ തുടങ്ങി. എന്നും വൈകുന്നേരം 4:00 വരുന്ന ഭർത്താവ് അന്ന് ഉച്ച കഴിഞ്ഞ് 2:30 വന്നു. ഭാര്യ ചോദിച്ചു, താനെന്നാടോ അവധിയെടുത്തുകൊണ്ട് വഴക്കുണ്ടാക്കാൻ നേരത്തെ എഴുന്നള്ളിയിരിക്കുകയാണോ? കെട്ടുമ്പോൾ നല്ലടി, ഞാനും ഹെഡ് മാസ്റ്ററും കൂടെ 1 പറഞ്ഞു 2 പറഞ്ഞു കത്തിക്കയറി കൊമ്പ് കോർത്തു. അരിശമെന്ന ഹെഡ് മാസ്റ്റർ എന്നോട് പറയുക, തമല്ല നരകത്തിലോട്ടും പോടൂ, ഞാൻ നേരെ ഇങ്ങോട്ട് തന്നെ പോകുന്നടി. വഴക്കുള്ള വീടാണോ? ആ വീടിനെ വിളിക്കും വീട് ഒരു നരകം. കുടുംബം ഒരു നരകം. ഒരാൾ കുടുംബക്കോടതിയെ സമീപിച്ചു. ജഡ്ജിയോട് പറഞ്ഞു വിവാഹമോചനം. കോടതിയിൽ നിന്ന് ചോദിച്ചു, എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 15 വർഷം. മക്കളുണ്ടോ? ഉണ്ട്. എത്ര? 3. 15 വർഷമായി 3 മക്കളുമാകുമ്പോഴാണോ വിവാഹമോചനം?
കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ അത് ചിന്തിച്ചുകൂടായിരുന്നു. ഈ മനുഷ്യൻ പറഞ്ഞു, ബഹുമാനപ്പെട്ട കോടതി, ആദ്യ രാത്രി കഴിഞ്ഞപ്പം മുതൽ വിവാഹമോചനം ഞാൻ ആഗ്രഹിച്ചതാ. അതെന്താ? പ്ലേറ്റ്, സ്പൂണ്, ഫോർക്ക്, കപ്പ്, സോസർ, തവി എല്ലാം എടുത്ത് അവൾ എനിക്കിട്ട് ഏറോടേർ. ജഡ്ജി പറഞ്ഞു 15 വർഷം സഹിച്ചില്ലേ, പിന്നെ ഇപ്പം ബഹുമാനപ്പെട്ട കോടതി അടുത്തിടെയായി അവൾക്ക് ഉന്നമായിട്ട് വരുന്നു. ഇതാണ് പ്രശ്നം. ആദ്യം കൊച്ചു കൊച്ചു പ്രശ്നങ്ങളേ ഉള്ളൂ, പിന്നെ നീറി അത് ബഹളമായിട്ട് മാറുന്നു. അങ്ങനെയുള്ള കുടുംബമാണോ നമ്മുടെ വീട്? ഇപ്പോൾ ആ കുടുംബത്തെ വിളിക്കും കുടുംബം ഒരു നരകം. ഇപ്പോൾ ചില വീടുകൾ സാക്ഷാൽ നരകമായ വീടുകളായി നമ്മൾ കണ്ടെത്തുന്നു. ഇപ്പോൾ കുടുംബം മദ്യഷാപ്പായ കുടുംബമുണ്ട്, കൊലക്കളമായ കുടുംബമുണ്ട്, ബ്യൂട്ടി പാർലറായ കുടുംബമുണ്ട്, സിനിമാ തിയേറ്ററായിട്ടുള്ള കുടുംബമുണ്ട്, സിമിത്തേരിയായ കുടുംബമുണ്ട്. 6ാമത് നരകമായ കുടുംബം. 7 കുടുംബം ഒരനാഥശാല. ചില കുടുംബങ്ങൾ അനാഥശാലകളാണ്. അനാഥശാലയിൽ ഭക്ഷണമുണ്ട്, പാർപ്പിടമുണ്ട്, രോഗം വന്നാൽ മരുന്നുണ്ട്, എല്ലാ സംവിധാനവുമുണ്ട്. പക്ഷേ അവിടെ ഒരു കുഴപ്പമുണ്ട്. ആരും ആരുടെയും സ്വന്തമല്ല. ആരും ആർക്കും സ്വന്തമല്ല എന്നൊരു തോന്നൽ. ചില വീടുകൾ എത്ര വലിയ വീടാണ്, ഒന്നാം തരം കെട്ടിടം. ഭർത്താവുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, പ്രായമായ കാരണവന്മാരുണ്ട്. എല്ലാവരും ഒരുമിച്ചാണ് താമസിക്കുന്നത്. ഒരു മേശയിലാണ് ഭക്ഷണം, ഒരേ ശ്വാസമായി എടുക്കുക. പക്ഷേ ആരും ആരുടെയും സ്വന്തമല്ല എന്നൊരു തോന്നൽ. വീടിന് വേണ്ടി കഷ്ടപ്പെട്ട് അലയുന്ന ഭർത്താവ്, ആ ഭർത്താവിനെ ഭാര്യ ബഹുമാനിക്കുന്നില്ല, ആദരിക്കുന്നില്ല, വേണ്ടുന്ന വില കൊടുക്കുന്നില്ല. ഭർത്താവിന് വീട് അനാഥശാല. ഭാര്യ കഴുതയെപ്പോലെ കഷ്ടപ്പെട്ട് പണിയുന്ന ഭാര്യ, സ്നേഹമോ ബഹുമാനമോ ഭർത്താവും മക്കളും കൊടുക്കുന്നില്ലെങ്കിൽ ഭാര്യയ്ക്ക് വീട് അനാഥശാല. കുഞ്ഞുങ്ങൾ സ്കൂളിൽ നിന്നൊക്കെ വരുന്നു, കാരണന്മാർ അല്പവും അവരെ ഒന്ന് കേൾക്കാൻ സമയം കണ്ടെത്തുന്നില്ലെങ്കിൽ മക്കൾക്ക് വീട് അനാഥശാല. പ്രായമായ മാതാപിതാക്കൾ ഇങ്ങനെ ഒരു മുറിക്കുള്ളിൽ ഒതുങ്ങിക്കഴിയുന്നു. മക്കൾക്കും മരുമക്കൾക്കും കൊച്ചുമക്കൾക്കും വല്ലാത്ത തിരക്ക്. ഈ പ്രായമായ കാരണന്മാരെ കേൾക്കാൻ ഒട്ടുമേ സമയമില്ല. ആ വീടിന് പറയും വീട് അനാഥശാല. മോഹിനിയാട്ടം എന്ന സിനിമയിൽ വർഷങ്ങൾക്ക് മുമ്പ് മനോഹരമായൊരു പാട്ട്. സ്വന്തമെന്ന പദത്തിനെന്തർത്ഥം, ബന്ധമെന്ന പദത്തിനെന്തർത്ഥം, സ്വന്തങ്ങൾ ബന്ധങ്ങൾ വെറും ജലരേഖകൾ. ചില കുടുംബങ്ങൾ ഇങ്ങനെയുണ്ട്, ആരും ആർക്കും സ്വന്തമല്ലാത്ത ഒരനാഥശാല. ഇപ്പം നമ്മുടെ വീട് ഒരനാഥശാലയാണ്. ആർക്കും ആരുടെയും മേൽ ഒന്നുമില്ലാത്ത, ഒരവകാശമില്ലാത്ത, ഒരു സ്നേഹബന്ധമില്ലാത്ത ഒരനാഥശാല. അവിടെയാണ് ജീവിതം നീറിപ്പോവുക, ജീവിതം പാഴായെന്ന് തോന്നുക, ഒത്തിരി അസ്വസ്ഥതകളും നെടുവീർപ്പുകളും ഉയരുക. വീണ്ടും 8ാമതൊരു കൂട്ടം കുടുംബമുണ്ട്. ആ കുടുംബത്തെ വിളിക്കും വീട് ഒരു ചന്ത. ചില കുടുംബങ്ങൾ ചന്തകളാണ്. എങ്ങനെയുള്ള കുടുംബമാണ് ചന്ത? വാ പൊളിച്ചാൽ തെറി പറയുന്ന കെട്ടിയവൻ, അതുപോലെ തിരിച്ചു പറയുന്ന ഭാര്യ. ആ വീടിനെ വിളിക്കും വീട് ഒരു ചന്ത. സ്നേഹത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഭാഷകളില്ല. പറയുന്ന ഭാഷയെല്ലാം ചീത്ത വാക്കുകളാണ്. ചില നല്ല ടിപ്പ് ടോപ്പായ മാന്യനായ മനുഷ്യൻ, പക്ഷെ വാ പൊളിച്ചാൽ ചെളിക്കൂടി ദുർഗന്ധം വരുന്ന പോലെ ഭാര്യയെ തെറി വിളിക്കുക, മക്കളെ തെറി വിളിക്കുക, ചീത്ത വാക്കുകൾ പറയുക. അതുപോലെ പരുഷമായ ഭാഷയും പദപ്രയോഗങ്ങളും നടത്തുന്ന ഭാര്യ. ആ വീടിനെ വിളിക്കും വീട് ഒരു ചന്ത. അപ്പൻ്റെ അമ്മയുടെയൊക്കെ വാക്ക് മക്കൾ ശ്രദ്ധിക്കുന്നുണ്ട്, നമുക്കറിയാം. മാതാപിതാക്കളുടെ സംസാര രീതികൾ, ഭാഷകൾ കുഞ്ഞുങ്ങൾ ഒരുപാട് ശ്രദ്ധിക്കുന്ന ലോകത്തിലാണ്. ഒരപ്പൻ വാ പൊളിച്ചാൽ വീട്ടിൽ ചീത്ത വാക്കേ പറയൂ. എപ്പോഴും പറയുന്ന വാക്ക് കോപ്പ്, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, കോന്തൻ, കൊശവൻ, ഇതുകൂടി വാക്കേ പറയൂ. അപ്പൻ്റെ 5 വയസ്സുള്ള മോൻ ഗുണനപ്പട്ടിക ചെല്ലുന്നത് പോലെ അപ്പം പറയുന്ന വാക്ക് പറഞ്ഞ് പഠിച്ചു. അവൻ വാ വിളിച്ചാൽ പറയും കോപ്പയ, കിഴങ്ങ്, മാട, കോട, ഓക്കൻ, ഉണ്ണാക്കൻ, കോന്തൻ, കൊശവൻ. അപ്പൻ അരിശമുണ്ട്, പക്ഷേ അപ്പനിൽ നിന്ന് കേട്ട് അവൻ പഠിക്കുക. ഇടവപ്പള്ളിയിൽ വലിയ പെരുന്നാൾ വന്നപ്പോൾ അപ്പൻ 100 രൂപ മുടക്കി ഒരു മുടുത്ത പ്ലാസ്റ്റിക് തീവണ്ടി അവന് മേടിച്ചു കൊടുത്തു. അവൻ തീവണ്ടി നേരെ നിർത്തി അവൻ ചൂളം വിളിച്ചു. അവന് പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി കോട്ടയത്തു നിന്നും ചങ്ങനാശ്ശേരി, തിരുവല്ല, മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. 1-ാം നമ്പർ കമ്പാർട്ട്മെൻറ്റിൽ 5 കിഴങ്ങന്മാരും 2-ാം നമ്പറിൽ 3 ഓക്കന്മാരുമുണ്ട്. നമ്മുടെ വണ്ടി പൊയ്ക്കൊണ്ടിരിക്കുന്നു. വണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അപ്പനിങ്ങനെ നോക്കി നിൽക്കുക. അവൻ വണ്ടി നിർത്തുന്ന ശബ്ദം കേൾപ്പിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വണ്ടി ചങ്ങനാശ്ശേരിയിൽ എത്തിയപ്പോൾ 5 പൊട്ടന്മാരിറങ്ങി, 4 കിഴങ്ങന്മാർ പിന്നെയും കയറി വണ്ടി കൊല്ലത്തേക്ക് പോകുന്നു. അരിശം വന്ന അപ്പം തീവണ്ടി എടുത്ത് ഒറ്റ ഏറ്.
5 കഷ്ണമായിട്ട് പൊട്ടിപ്പറഞ്ഞു പോയി. അവൻ കുത്തിയിരുന്ന് കരയാൻ തുടങ്ങി. കരഞ്ഞ് സ്വരമടച്ചു അരമണിക്കൂർ കൊണ്ട്. അപ്പൻ്റെ മനസ്സൊന്ന് ഇളറി. മോൻ്റെ കരച്ചിൽ കണ്ട് അപ്പൻ ചോദിച്ചു, എന്നാത്തിനാടാ കുത്തിയിരുന്ന് മൂങ്ങുന്നത്? അപ്പനെ തീവണ്ടി എറിഞ്ഞ് പൊട്ടിച്ചില്ലേ, അതുകൊണ്ടാണ്. അഴുക്ക് വർത്താനം പറഞ്ഞിട്ടാ, മേലിൽ പറയാതിരിക്കാമെങ്കിൽ പരിഹാരമുണ്ട്. അവൻ പറഞ്ഞു, അപ്പനാണ് സത്യം, മേലിൽ ചീത്തവാക്കൊന്നും ഞാൻ പറയുകയില്ല, പുതിയ ഒരെണ്ണം മേടിച്ച് തരാവും. അപ്പം പറഞ്ഞു, പുത്തൻ മേടിച്ച് തരാൻ കാശില്ല, ഇതിലാണ്ട് പെറുക്കി കൊളുത്തി തരാം. അപ്പൻ 1 മണിക്കൂർ മൊത്തം എടുത്ത് പെറുക്കി കൊളുത്തി പഴയ തീവണ്ടിയാക്കി കൊടുത്തു. മോൻ മേലിൽ ചീത്തവാക്ക് പറയരുത്, അപ്പനാണ് സത്യം പറയുകയില്ല. അപ്പം നോക്കി നിന്നു. അവൻ തീവണ്ടി നേരെ നിർത്തി ചൂളം വിളിച്ചു. വണ്ടി പോകുന്ന ശബ്ദം കേൾപ്പിച്ചു. അവൻ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ തീവണ്ടി ചങ്ങനാശ്ശേരിയിൽ നിന്നും തിരുവല്ല മാവേലിക്കര വഴി കൊല്ലത്തേക്ക് പുറപ്പെടുകയാണ്. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. ഒരു മറ്റവൻ്റെ മോൻ കാരണം ട്രെയിൻ 1 മണിക്കൂർ താമസിച്ചു പോയി എന്ന കാര്യം ഖേദപൂർവ്വം ഞാൻ അറിയിക്കുകയാണ്. എങ്ങനെയാണോ അപ്പൻ അമ്മ, അങ്ങനെയാണ് മക്കളെന്നാണ് പറയുക. അപ്പോൾ കുടുംബം ഒരു ചന്തയാണ്. ഇത് 8 തെറ്റായ കുടുംബങ്ങൾ. എങ്കിൽ 9ഉം 10ഉം മോഡലായി നമ്മുടെ കുടുംബം മാറണം. 9, കുടുംബം ഒരു വിദ്യാലയം. നമ്മളിങ്ങനെയുള്ള സുവിശേഷ ദൂതുകൾ ടെലിവിഷനിലൂടെയൊക്കെ കേൾക്കുമ്പം നമ്മുടെ കുടുംബത്തിൽ ഒരു നവീകരണം വേണം, ഒരു നവീകരണം. അതിനാൽ പറയുക, കുടുംബം ഒരു വിദ്യാലയമാകണം. വിദ്യാലയത്തിലെ ഗുരുഭൂതരാര അപ്പനും അമ്മയും, ശിശുസമ്പത്താര കുഞ്ഞുങ്ങൾ. അപ്പൻ അമ്മ എന്ന അധ്യാപകരെ നോക്കി മക്കൾ പഠിക്കണം. അങ്ങനെ പഠിക്കുമ്പോഴാണ് വീട് ഒരു വിദ്യാലയമായിട്ട് മാറുക. കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരുടെ ജീവിതം കണ്ടുപഠിക്കണം ജീവിതത്തിൽ. അങ്ങനെ കണ്ടുപഠിക്കുമ്പം വീട് ഒരു വിദ്യാലയമായിട്ട് മാറുന്നു. ഇന്ന് ഏറ്റവും വലിയ കുഴപ്പം ഗുരുഭൂതരായ അപ്പനമ്മമാർക്ക് മക്കളൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത് അറിയത്തില്ലെന്നുള്ളതാണ്. അതിലേക്ക് പ്രശ്നം. 5 പഠിക്കുന്ന കുട്ടി സ്കൂളിൽ സാറ് എത്ര പഠിപ്പിച്ചാലും ഒരു വാക്ക് തെറ്റിച്ചേ പറയത്തുള്ളൂ. യൂണിവേഴ്സിറ്റി എന്ന വാക്ക് അവൻ പറയുമ്പം യൂണിവേഴ്സിറ്റി എന്നാണ് പറയുക. സാറ് നുള്ളി നോക്കി, കിള്ളി നോക്കി, കിഴിക്ക് നോക്കി. അപ്പൻ്റെ അടുക്ക കൊണ്ടുവന്ന് കൊടുത്തിട്ട് വെറുതെ, നിങ്ങളുടെ മോൻ ഉറങ്ങുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും യൂണിവേഴ്സിറ്റി എന്ന് അവന് ചെവി പറയണം. അങ്ങനെ ഡെയിലി പല പ്രാവശ്യം പറഞ്ഞ് അവൻ യൂണിവേഴ്സിറ്റി എന്ന് പറയട്ടെ. അപ്പം പറഞ്ഞു, പൊന്നു സാറേ, അവനെ നിർബന്ധിക്കേണ്ട, അവൻ്റെ കപ്പാക്കിറ്റി അത്രയേ ഉള്ളൂ, അതുകൊണ്ടാണ് യൂണിവേഴ്സിറ്റി എന്ന് പറയുക. എങ്ങനെയാണോ അപ്പനമ്മ, അങ്ങനെയാണ് മക്കൾ. അപ്പനും അമ്മയ്ക്കും ഉണ്ടോ, അത് മക്കൾ കണ്ടുപഠിക്കും. ഇല്ലേ, മക്കൾക്കുമില്ല. കണ്ടുപഠിക്കുന്ന വീടിനെ വിളിക്കും വീട് ഒരു വിദ്യാലയം. 10, ഏറ്റവും മനോഹരമായ ഒന്ന്, കുടുംബം ഒരു ദേവാലയം. കുടുംബം ഒരു ദേവാലയം. ദേവാലയ അന്തരീക്ഷം കുടുംബത്തിൽ ഉണ്ടാകണം. കുടുംബത്തിൽ ദേവാലയ അന്തരീക്ഷം. നസസിലെ തിരുകുടുംബം പോലെ. നീതിമാനായ അപ്പൻ യൗസേപ്പ്. നീതിമാനെന്ന് പറഞ്ഞാൽ ഭാര്യയ്ക്കുള്ളത് ഭാര്യയ്ക്ക്, കുഞ്ഞിനുള്ളത് കുഞ്ഞിന്, കുടുംബത്തിനുള്ളത് കുടുംബത്തിന്. ആർക്കും ഒന്നും നിഷേധിക്കുന്നില്ല, ഒക്കെ കൊടുക്കുന്ന ഒരു കുടുംബനാഥൻ. അത് നീതിമാനായ കുടുംബനാഥൻ്റെ ഒരു ജീവിതം. ഇപ്പോൾ നീതിമാനായ കുടുംബനാഥനെ പോലെ, യൗസേപ്പിനെ പോലുള്ള ഒരു കുടുംബനാഥൻ. എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച മറിയം. ആരോടും പരാതിയും പരിഭവവും ഒന്നുമില്ല. പ്രാർത്ഥിച്ച് എല്ലാം ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന ഒരു കുടുംബത്തിൻ്റെ നാഥ. ജ്ഞാനത്തിലും പ്രായത്തിലും മനുഷ്യൻ്റെയും ദൈവത്തിൻ്റെ മുമ്പിൽ പ്രീതിയിലും വളർന്നു വന്ന ദൈവപുത്രനായ യേശു. ഇതുപോലൊരു കുടുംബം നമുക്ക് വേണം, ഒരു മാതൃകാ കുടുംബം. ആ കുടുംബം ദേവാലയമാണ്. ആ കുടുംബം എല്ലാവർക്കും ബലമായിട്ട് നിൽക്കുന്നു. നമുക്കറിയാം, യേശു സാന്നിധ്യമുള്ള കുടുംബത്തിൽ വഴക്കുകളോ ബഹളങ്ങളോ ഒന്നുമില്ല. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൻ്റെ 2-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 12-ാം വയസ്സിൽ യേശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കാൻ കൊണ്ടുവന്നു. തിരിച്ചു വരുമ്പോൾ 2 കൂട്ടത്തിലും 2 ഭാഗമായിട്ട് നടന്നു വരുമ്പോൾ 2 കൂട്ടത്തിലുമില്ല. മറിയം യോസേപ്പ് നോക്കിയപ്പം ആ കൂട്ടത്തിലില്ല, മറിയത്തിൻ്റെ കൂട്ടത്തിലുമില്ല. വേണേ വഴക്കുണ്ടാക്കാം, നീയല്ലേ കൊണ്ടുപോയത്, താനല്ലേ കൊണ്ടുപോയത്, പക്ഷെ ഒരു വഴക്കുമില്ല. 2 പേരും കൂടെ തിരിച്ച് ദേവാലയത്തിൽ ചെന്നു, മോനെ കണ്ടു, കൂട്ടിക്കൊണ്ടു പോരുന്നു. വഴക്കും ബഹളവും ഇല്ലാത്ത ഒരു തിരുക്കുടുംബം. നമ്മുടെയൊക്കെ വീട് ഇങ്ങനെയായിരിക്കണം. പ്രാർത്ഥനയുള്ള കുടുംബം, വേദപുസ്തകം വായിക്കുന്ന കുടുംബം, നന്മ നിറഞ്ഞൊരു കുടുംബം. ആ കുടുംബത്തിൽ വഴക്കുകളോ ബഹളങ്ങളോ ഒരു പരാതികളോ ഒന്നുമില്ല. അങ്ങനെ ഒരു കുടുംബമായിട്ട് നമ്മുടെയൊക്കെ കുടുംബം മാറട്ടെ. തെറ്റായ 8 തിരുത്താൻ ഈ സുവിശേഷ ദൂത് നമ്മെ സഹായിക്കട്ടെ. തിരുത്തി നന്മയിൽ വളരുവാൻ, തെറ്റിപ്പോയ കുടുംബത്തെ ഒരു വിദ്യാലയമാക്കി ദേവാലയമായി വളർത്തുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.